Hallelujah. हालेलुया। നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം ഇങ്ങനെയുള്ള നല്ല നല്ല സാക്ഷ്യങ്ങൾ തരണം കേട്ടോ. अब हर एक को परमेश्वर से अच्छी अच्छी गवाही दे ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയല്ല, कि जीवन में हमेशा कष्ट नहीं है, എപ്പോഴും പരീക്ഷയല്ല. हमेशा परीक्षा नहीं है। If you are faithful, अगर आप विश्वास योग्य हैं, one day God will reward you. एक दिन परमेश्वर का सबको सम्मान देंगे। നമ്മുടെ പ്രശ്നം, हमारी समस्या, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. हम इंतजार नहीं करते റെനി ബ്രദർ ഫസ്റ്റ് ടൈം ചർച്ചിൽ വന്ന ആ കാലഘട്ടം നമുക്കറിയാം. कि रनी ब्रदर पहली बार कलीसिया में उस समय हमें पता है। റെനി ബ്രദർ പല പ്രാവശ്യം തന്റെ ടെസ്റ്റിമണിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. मैंने काफी बार वो गवाही में कहा है। പലപ്പോഴും നമുക്ക് റെനി ബ്രദർ താമസിക്കുന്നത് ഒത്തിരി ദൂരെയല്ലായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പ്രേയറിന് കൊടുക്കാൻ വണ്ടിക്കൂലി ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ലാത്ത അല്ലേ സമയം ഉണ്ടായിരുന്നു. ऐसे समय था कि मैं गोकुल विलेज में रहता था, वहां से मुझे यहाँ तक आने का रिक्शा भाड़ा नहीं रहता था। ഈ പൈസ ഇല്ലായിരുന്നു, റിക്ഷയ്ക്ക് വാടക കൊടുത്ത് വരാൻ പൈസ ഇല്ലായിരുന്നു. मेरे पास पैसा नहीं रहता था कि रिक्शा भाड़ा में दे पाऊँ। കാരണം ICICI ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു, ജോലി റിസൈൻ ചെയ്തു, ബിസിനസ്സിന് ഇറങ്ങി, ബിസിനസ് ഒന്നും നടന്നില്ല, ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. कि नौकरी करता था, नौकरी छोड़ा, बिजनेस में उतरा, उसको कुछ हो नहीं रहा था। എനിക്കൊന്നും മെറ സിസ്റ്റർ ഒന്നും വർക്ക് ചെയ്തില്ലായിരുന്നു, ഇല്ല മെറ സിസ്റ്ററും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. मेरिन भी कभी काम नहीं कर रहा था, പക്ഷേ നടന്ന് പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. चल के आता था। നടന്ന് एक बाइक था, बाइक में मैं वाइफ को लेके आधा रूट छोड़ता था, उसके बाद तू चल, उसके बाद मम्मी को लेके आगे छोड़ता था, ऐसे हम आते थे। ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. आमीन, हालेलुया। നമ്മൾ ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ ദൈവം നമ്മളെ റിവാർഡ് ചെയ്യും. अगर हम विश्वास योग्य रहेगा तो परमेश्वर में ഇന്നല്ലെങ്കിൽ सम्मान करेगा। നാളെ റിവാർഡ് ചെയ്യും. आज नहीं तो कल वो सम्मान ഒരു करेंगे। ബൈക്ക് 3 പേരെ വരാനൊക്കത്തില്ല, അതുകൊണ്ട് പകുതി ദൂരം കൊണ്ട് വിട്ടിട്ട് പറയും ബാക്കി നടന്നോളാൻ പറയും, എന്നിട്ട് അടുത്ത ആളിനെ കൊണ്ടുവരുമായിരുന്നു. आमीन, हालेलुया। ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. परमेश्वर हमें देखता है, നമ്മുടെ പ്രതികരണം ദൈവം നോക്കിക്കൊണ്ടിരിക്കും. हमारा रिस्पॉन्स परमेश्वर देखता है। ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, मैंने काफी बार कहा है, ഇനിയിപ്പോ ജൂണൊക്കെ കഴിയുമ്പോൾ മഴക്കാലം വരും. अभी जून के बाद बारिश का समय है, ആകാശത്ത് മഴ കണ്ടാ പിന്നെ യോഗത്തിന് വരാത്തവരുണ്ട്. कि बारिश देखिए तो चर्च में नहीं आने वाले हैं। ഓൺലൈൻ ഉള്ളത് കൊണ്ട് എളുപ്പമാണ്, അത് കാരണം വീട്ടിൽ ഇരുന്ന് കാണാമല്ലോ. ऑनलाइन इसलिए अच्छा है, घर पे बैठ के देख सकते हैं। ഞാൻ പണ്ടൊക്കെ പറയുന്നൊരു കാര്യമാണ്, पासवान पहले सब एक നിങ്ങൾ कहता ഈ था, മഴ നനഞ്ഞ് വെള്ളത്തിൽ കൂടെ നടന്ന് ചർച്ച വരുമ്പോൾ കർത്താവ് പറയും, ഇവനെ ഞാൻ മാനിക്കും, ഇവന് ഞാൻ പ്രതിഫലം കൊടുക്കുന്നു. जब तू बारिश भीग के जब कलीसिया में आते तो परमेश्वर बोलते मैं इसे सम्मान करूं। Heaven is observing you. स्वर्ग हमें देख ഞാൻ रहा है। മുഖ്യമായിട്ട് പ്രസംഗിക്കാൻ പോകുന്നത് ആസ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചാണ്. आज मैं जो प्रचार करने वाला आशा बोल के एक राजा കഴിഞ്ഞ के ऊपर വെള്ളിയാഴ്ച പറഞ്ഞ വചനത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വചനം. कि कल जो फ्राइडे में जो कहा हुआ वचन का പക്ഷേ ഈ कंटिन्यूएशन है, ആസ രാജാവിനെ കുറിച്ച് लेकिन आशा राजा के ऊपर വേദപുസ്തകത്തിലെ ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. कि आशा राजा का सबसे प्रमुख एक स्टेटमेंट है वचन ഇത് में। ആസാ രാജാവിനോട് പറയുന്നത് പോലും നമുക്ക് അറിയത്തില്ലായിരിക്കും. ये आशा राजा से कहते हैं कि वो भी हमें पता नहीं। വളരെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. बहुत ही फेमस ഒരു स्टेटमेंट है। പക്ഷേ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഒരു 10 വാക്യങ്ങൾ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 10 വാക്യങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ അതിനകത്ത് ഒരു വാക്യമാണ് ആസാ രാജാവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. अगर स्टेटमेंट अगर पुराना नियम से जो उठाना जो फेमस है तो उसमें से एक है ये ആ स्टेटमेंट। വാക്യം ഏതാണെന്നറിയാമോ? वो आयत कौन सा पता है? തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. जो परमेश्वर की ओर निर्भर रहते हैं, परमेश्वर की ओर आश्रय रखते हैं, कि उसकी ओर हमेशा से परमेश्वर की आंखें उसकी ओर देखते ढूंढते रहता है। ഏതാണ് ആ വചനം? कौन सा है वो वचन? 2 ദിനവൃത്താന്തം 16 സോലക്ക 9 വാക്യം ഒന്ന് വായിച്ചട്ടെ. पहला राजा 16 का 9 हिंदी में രാജ पढ़िए। 16 9 വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ശ്രദ്ധിച്ചു കേൾക്കണമേ, തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. हिंदी में पढ़िए। देखो, ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. परमेश्वर की आंखें पृथ्वी में से ढूंढते रहा है। എന്തിനു വേണ്ടി? किसके लिए? ചിലരെ സഹായിക്കാൻ വേണ്ടി, അങ്ങനെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. कुछ लोगों को मदद करने के लिए। കർത്താവ് ഹല്ലേലൂയ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇന്ന് ആരെയാ സഹായിക്കേണ്ടതെന്ന്. परमेश्वर हमेशा देखते रहते हैं आज किसको मदद करे। ഹിന്ദിയിലെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. देख यहोवा की दृष्टि सारी पृथ्वी पर
इसलिए फुर्ती रहती है. ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? उनकी सहायता में अपना सामर्थ्य दिखाए. हालेलुया. ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. परमेश्वर से देख रहा है. ഇന്ന് എനിക്ക് ആരെയാണ് സഹായിക്കേണ്ടത്? आज मैं किसको मदद करूं? ഹല്ലേലൂയ. എൻ്റെ ശക്തി, എൻ്റെ മഹിമ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്തേണ്ടത്? मेरी शक्ति, मेरी महिमा किसको मैं प्रकट करूं? അപ്പൊ നമ്മളെല്ലാം സഹായം വേണ്ടവരാ. हम सारे को मदद चाहिए. ആരാ സഹായം വേണ്ടാത്തവര്? कौन है जिसको मदद नहीं चाहिए? നമ്മളെല്ലാം സഹായം വേണ്ടവരാ. हम सबको मदद चाहिए. പക്ഷെ പിന്നെന്താ നമുക്ക് സഹായം കിട്ടാത്തത്? കർത്താവ് ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി നോക്കി നടക്കുക. फिर क्यों हमें मदद नहीं मिलते हैं? परमेश्वर तो ढूंढ रहे किसको मदद करूं. പിന്നെന്താ സഹായം കിട്ടാത്തത്? क्यों मदद नहीं मिल അവിടെ रहा? ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. वहाँ एक कंडीशन സഹായം വേണ്ടവർക്കെല്ലാം സഹായം കൊടുക്കാന്നല്ല. कि जिसको भी मदद चाहिए सबको मदद देगा, ऐसा नहीं. ഇപ്പൊ സഹായം വേണ്ടവർ ഒത്തിരി ഉണ്ടല്ലേ? अभी मदद करने वाले നമ്മുടെ चाहिए बहुत വഴിയിൽ सारे. എത്ര പേരാ നമ്മുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടുന്നത്? अगर हम मदद करते तो कितने सारे लोग हमारे हाथ में ഇന്നലത്തെ सामने हाथ ദിവസത്തിന്റെ बढ़ाएगा. പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്നലത്തെ ദിവസത്തിന്റെ कल का दिन का आपको क्या छुट्टी मालूम है? छुट्टी ഇന്നലെ था. പ്രത്യേകിച്ച് ഒത്തിരി പേര് സഹായം ചോദിക്കുന്ന ദിവസമായിരുന്നു कल बहुत सारे लोग मदद मांगने वाला दिन था. അല്ലേ? കാരണം ഇന്നലെ സഹായം ഒത്തിരി കിട്ടും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട്. कि आज उस दिन मदद बहुत मिलेगा सोच के. ഞാൻ വെളിയിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞപ്പോ पासवान एक दुकान में जब गया, ഒരാൾ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു പൈസ വേണ്ട, एक व्यक्ति ने बोला पैसा नहीं ഫുഡ് चाहिए, മതി എന്ന് പറഞ്ഞു. खाना बस. അപ്പൊ ഞാൻ പറഞ്ഞു തീക്കേ വാ, അവിടെ ഉള്ള വടാപ്പാവിന്റെ കടയിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. तो पास्टर ने बोला चल मेरे साथ, पास्टर चाहिए बड़ा पाव लेके देता പുള്ളി എന്നോട് പറഞ്ഞു ഫുഡ് വേണ്ട, हूं. फूड नहीं चाहिए, എനിക്ക് അരിയും പരിപ്പും വാങ്ങിച്ചു തന്നാൽ മതി. बोला मुझे दाल और चावल लेके दे. ഇതിനകത്തൊരു അപകടമുണ്ട്. इसमें एक धोखा है. എന്താ അപകടം എന്നറിയാം? क्या है पता है? ഇത് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. आपको पता है कि मुझे पता नहीं. നമ്മുടെ ഒരു മോനോട് ഇതുപോലൊരാൾ പണ്ട് ചോദിച്ചു. कि हमारे एक बेटे से एक व्यक्ति इसी प्रकार पूछा. അവന് ബോംബെ പുതിയതായതുകൊണ്ട് അവൻ അറിയത്തില്ലായിരുന്നു ഇതിന്റെ ചതി എന്താന്നുള്ളത്. वो मुंबई में नहीं आता, उसको पता नहीं था कि इसमें അവന് धोखा क्या ശമ്പളം है. കിട്ടിയ സമയമായിരുന്നു. उसको पगार मिला उस അവൻ समय था. പറഞ്ഞു ഇയാളെ വിളിച്ചോണ്ട് കടയിൽ കൊണ്ട് കേറി. वो दुकान में उसको लेके गया. കടയിൽ കയറിയത് വേറെ 4-5 പേരൂടെ വന്നു. दुकान में गया तो और 2-3 लोग അപ്പുറത്തിപ്പുറത്ത് നോക്കി നിൽക്കുന്നവരെ കേട്ടോ, അവരെല്ലാം കൂടെ വന്നു. वो सब आया. എല്ലാവർക്കും അരി മേടിച്ചു കൊടുക്കണം. हर एक को चावल लेके दे. അവ ഇവന് ഈ ബോംബെയിലെ അരി ഏതാന്ന് പോലും അറിയത്തില്ല. उसको पता അവൻ नहीं. കടക്കാരൻ പറഞ്ഞു എല്ലാവർക്കും അരി കൊടുക്കാൻ പറഞ്ഞു. बोले कि सबको चावल दो. പിന്നെ അവൻ അറിയത്തില്ലല്ലോ അരി ഏതാന്ന്. അവന് ചൂണ്ടിക്കാണിച്ച അരി കൊടുത്തു. 110 രൂപയുടെ ബസുമതി അരി ചൂണ്ടിക്കാണിച്ചു. എല്ലാം കൂടെ അവന് 10,500 രൂപ ചെലവായി. पूरा उसको 1,500 रुपया खर्चा ഈ हुआ. മോൻ എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി പാസ്റ്റർ എന്ന് പറഞ്ഞു. बोला कि मुझे ऐसा എനിക്കിത് धोखा. അറിയത്തില്ല. ഞാൻ പറഞ്ഞു മോനെ നീ പോയതിന്റെ പുറകെ ഈ അരി ആ കടക്കാരന് തന്നെ കൊണ്ട് വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. बोला कि बेटा तू जाने के बाद वो जो चावल वही दुकानदार को बेचा നീ होगा. നിന്നോട് പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്തവർക്ക് പൈസ വേണ്ടെന്നില്ല. ഇതൊരു സൈക്കിളാണ്. അത് ബോംബെ പലയിടത്തും നടക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ये ऐसे मुंबई बहुत सारे जहाँ पे होता है. നമുക്ക് സഹായിക്കാൻ പറ്റുമോ? हम मदद कर सकते हैं. സഹായം ഒത്തിരി പേര് ചോദിക്കും, പക്ഷെ എല്ലാവരും സഹായിക്കാൻ പറ്റുമോ? बहुत सारे लोग मदद मांगे कि हम हर एक को मदद कर ഞാൻ सकते हैं. പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? मैं जो कह रहा हूं उसका पॉइंट ഹലോ, സഹായം എല്ലാവർക്കും വേണം, मदद सबको चाहिए. പക്ഷെ ദൈവം എല്ലാവരെയും സഹായിക്കത്തില്ല. लेकिन परमेश्वर सबको मदद नहीं करेंगे. പാസ്റ്റർ എന്തോ ഈ പറയുന്നത്? पासवान क्या कह रहे ദൈവം हैं? ക്രൂരനാണോ? क्या परमेश्वर कठोर है? അല്ല. नहीं. ദൈവം സഹായിക്കണമെങ്കിൽ अगर परमेश्वर को मदद करना है ദൈവത്തിന് तो ചില വ്യവസ്ഥകളുണ്ട്. परमेश्वर को कुछ नियम है. പണ്ടൊരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, पहले एक पासवान इस प्रकार അവസ്ഥ प्रचार किया. കണ്ടു വിടുവിക്കുന്ന ദൈവമല്ല. अवस्था देख के നമ്മൾ छुड़ाने वाला അങ്ങനെയൊക്കെ പറയത്തില്ല, परमेश्वर नहीं. കർത്താവ് എന്റെ അവസ്ഥ കണ്ടു വിടുവിക്കണം. कोई बोलते परमेश्वर मेरे हालत देख के छुटकारा दे. അവസ്ഥ കണ്ട് ദൈവം മനസ്സലി കേട്ടോ. कि तेरा हालत देख के परमेश्वर दया മനസ്സലിഞ്ഞിട്ട് होगा. ദൈവം പറയും वो दया से നീ എന്റെ कहेगा വ്യവസ്ഥയിലേക്ക് വരാൻ പറയും. आमीन आमीन बोल के तू मेरे व्यवस्था में आ जा. ദൈവം അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞാലും कि परमेश्वर तेरी हालत देख के दया അവസ്ഥ करे. കണ്ട് വിടുവിക്കത്തില്ല. और तेरे हालत देख के तुझे छुड़ाएगा नहीं. വ്യവസ്ഥ പ്രകാരം അവന് വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത്. वो उसके नियम से जब तू उसके लिए खड़ा रहते है तब तेरा छुटकारा प्रकट ഇവിടെ होता है. ദൈവം ആശയോട് എന്താ പറയുന്നത്? यह परमेश्वर आशा से क्या कहता है? യഹോവയുടെ കൈ നിന്നെ സഹായിക്കാൻ തയ്യാറാ, कि परमेश्वर का हाथ तुझे मदद करने को तैयार നിന്നെ है, വിടുവിക്കാൻ തയ്യാറാ. तुझे छुड़ाने को तैयार है. ദൈവത്തിന് നിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ ഒത്തിരി സന്തോഷമാണ്. कि परमेश्वर चाहते हैं कि उसकी महिमा तेरे जीवन से പക്ഷേ प्रकट ഒരു हो. കണ്ടീഷൻ ഉണ്ട് കേട്ടോ. लेकिन एक ഒരു कंडीशन है, വ്യവസ്ഥയുണ്ട് एक കേട്ടോ. नियम है. യഹോവ തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നത്. कि परमेश्वर पूरा उसकी ओर जो मन लगा के बैठा है मदद के लिए उसको मदद करता है. കർത്താവിന് ഫീൽ ചെയ്യണം. परमेश्वर को എന്ത് ഫീൽ ചെയ്യണം? क्या लगना നീ है? ദൈവസന്നിധിയിൽ ജനുവനാണെന്ന്.
कि तू परमेश्वर के सन्निधि में നീ जेन्युइन है, ദൈവവചനം അനുസരിച്ച് വിശ്വസ്തയോട് നിൽക്കുന്നവനാണ്. तू परमेश्वर के वचन के हिसाब से विश्वस्त योग्य रह के खड़ा होता है। വിശ്വസ്തനാകാൻ തയ്യാറാണോ? क्या तू विश्वस्त होने तैयार है? ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതറിയാം? आप में से कितने लोग ये जानते हैं ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് विश्वास योग्य कहने का? ദൈവസന്നിധിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാനുള്ള ഒരു ചാവിയാണ്. कि परमेश्वर की ओर से हर एक आशीष को पाने का एक चाबी है। And Bible says, और वचन कहता है ദൈവം വിശ്വസ്തന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. परमेश्वर विश्वास योग्यों को खोज रहा है। നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വസ്തത തെളിയിക്കണം. हमें अपने जीवन में हमारा विश्वास योग्यता साबित എങ്ങനെ करना തെളിയിക്കണം? है। कैसे साबित മഴ करना है? പെയ്യാൻ തുടങ്ങുക, बारिश आ रहा है നനഞ്ഞ് ആരാധനയ്ക്ക് വരിക. कि भीग के आराधना में आया। കർത്താവ് പറയുക, परमेश्वर कहता है എത്ര വിശ്വസ്തമായിട്ട് എൻ്റെ മോൻ എൻ്റെ മോള് എന്നെ ആരാധിക്കാൻ ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. कितना विश्वास हो कि मेरा बेटा मेरी बेटी आराधना करने आया है। അത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതും കേട്ടോ. वो परमेश्वर का हिसाब किताब में लिखेगा। ദൈവം പ്രതിഫലം നൽകും കേട്ടോ. परमेश्वर प्रतिफल देगा ഏകാഗ്ര ചിത്തത്തോടുകൂടി ദൈവസന്നിധിയിൽ നിന്നാൽ. अगर पूरे एक मन होकर परमेश्वर के सन्निधि में रहेंगे। ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കുന്ന വിടുവിക്കുന്ന കർത്താവാണ്. हमारा परमेश्वर आशीष करने वाला छुड़ाने वाला परमेश्वर നിങ്ങൾ है। ഈ പകൽക്കാലം ഒരു തീരുമാനം എടുത്താൽ, आप एक निर्णय लो आज के दिन, ഞാൻ വിശ്വസ്തനായിരിക്കും, मैं विश्वास योग्य ഞാൻ रहेगा, ദൈവത്തോട് വിശ്വസ്തനായിരിക്കും, मैं परमेश्वर के साथ विश्वास योग्य रहेगा, ദൈവഹിതം വിട്ടിട്ട് ഞാൻ ഒരു കാര്യം मैं ചെയ്യത്തില്ല. परमेश्वर का इच्छा छोड़ के कोई काम नहीं ഈ करेगा। ആസയെ കുറിച്ച് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ये आशा के बारे में कहने वाला दूसरा एक स्टेटमेंट है। ആസ ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവത്തിന്റെ ഹിതമുള്ളതും ചെയ്തു. आशा ने क्या किया? जो परमेश्वर का जो इच्छा है और उसको प्रसन्न करने वाली बातें किया। ദൈവത്തിന് ഹിതമുള്ളതും ചെയ്തു, परमेश्वर की इच्छा के अनुसार किया ദൈവത്തിന് പ്രസാദമുള്ളതും ചെയ്തു. और उसको पसंद वाली चीजें किया, प्रसन्न करने वाली। അങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്നത്. वचन ऐसा क्यों लिखा है? ഇതിനകത്ത് വ്യത്യാസമുണ്ടോ? क्या दोनों में फर्क है? ആസയെ കുറിച്ചുള്ള വേദപുസ്തക ഭാഗങ്ങൾ ഒന്ന് എഴുതിയിരിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്, 15ഉം 16 അധ്യായങ്ങളിലൊക്കെ. അതുപോലെ തന്നെ ക്രോണിക്കിൾസ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലാണ് മറ്റൊരു ഭാഗമുള്ളത്. ഈ രണ്ട് ഭാഗങ്ങൾ കൂടെ നമ്മൾ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ 2 ദിനവൃത്താന്തം 14 अध्यायम 15 अध्यायम आशा के बारे में हम 2 क्रॉनिकल 14-15 में भी देखते हैं। हालेलुया 16 अध्यायम 16वां चैप्टर। ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കിയാൽ ये सब अगर हम पढ़ेंगे, ആസയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ आशा के बारे में बहुत सारी चीजें हम देख सकते हैं। 2 ദിനവൃത്താന്തം 16:9 അതേ വാക്യമാണ് കേട്ടോ. 2 क्रॉनिकल 9 का 16 भी वही सेम आयत है। 16:9 16 का 9 അല്ലേ? മുമ്പ് നമ്മൾ രാജാക്കന്മാരിൽ നിന്നല്ലേ വായിച്ചത്? पहले हमने राजा में से पढ़ा था। ക്രോണിക്കൽസിൽ നിന്നായിരുന്നു. ഓക്കെ, ഞാൻ ക്രോണിക്കൽസ് പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ല രാജാവിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 16:9 അതാണ് വചനം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 क्रॉनिकल 16 का 9। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലും पहला राजा का किताब में भी ആസയെക്കുറിച്ചുള്ള ചരിത്രം ഒരു അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. आशा के बारे में इतिहास एक लिखा ഈ है। രണ്ട് ഭാഗങ്ങളും കൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ ये दोनों हम एक साथ पढ़ेंगे। ആസയുടെ ജീവിതത്തിലെ വിജയങ്ങൾ, ആസയുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, ഇതൊക്കെ നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാനിടയായി തീരും. कि उसके जीवन के जो पराजय, उसके जीवन का जो विजय के बारे हम देख सकते हैं। വചനം എന്താ പറയുന്നത് അറിയാമോ? वचन क्या कहता है? 15 അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, पहला राजा 15, അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നത് ആസ യഹോവയ്ക്ക് പ്രസാദമുള്ളതും ഹിതമുള്ളതും ചെയ്തു. उसमें इस प्रकार कहते हैं आशा ने जो परमेश्वर को प्रसन्न करने वाला और इच्छा के हिसाब से किया, പ്രസാദമുള്ളതും ചെയ്തു, ഹിതമുള്ളതും ചെയ്തു. प्रसन्न करने वाले काम भी किया और इसका इच्छा भी किया। दोनों फर्क क्या है? എന്താ വ്യത്യാസം? दोनों फर्क क्या है? നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? क्या वो एक्सप्लेन कर सकते हैं? ഒന്ന് ചിന്തിച്ചാട്ടെ. आप जरा सोचो। ഇത്രയും നാള് നമ്മൾ പാസ്റ്റർ പറയുന്നത് കേട്ടോണ്ടിരിക്കില്ലേ? ഒന്ന് ചിന്തിച്ചാട്ടെ. इतना साल से तुम पास्टर जो बोल रहे सुन रहे, आप जरा सोचो। हमें നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. जब हम विचार करते हैं तब जाके हमें So I चीजें allow समझ में you आते to हैं। think. मैं चाहता हूँ आप लोग सोचे, നിങ്ങൾ ചിന്തിച്ചു കേട്ടോ. आप सोचो, പിന്നെ നമുക്ക് അതിന്റെ ഉത്തരം കേൾക്കാം. फिर उसके बाद हम उसके उत्तर सुनेंगे। ഞാൻ ആശയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. आशा का जीवन का दूसरा एक खास बात कहता हूँ 2 ദിനവൃത്താന്തം 14 അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. कि 2 क्रॉनिकल 14 में कहते हैं ആസ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ आशा जब मरने वाला था 10 വർഷത്തേക്ക് 10 साल के लिए അവന്റെ ദേശത്ത് സ്വസ്ഥതയുണ്ടായി. कि
कि उसके देश में जो है शांति था। കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ട വചനം എന്താ? कि फ्राइडे को हमने क्या सुना था? സെഖര്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് जकरिया 1 में से सुना था ദൈവം തരുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് കേട്ടത്. कि परमेश्वर देने वाला शांति के बारे കഴിഞ്ഞ में। വെള്ളിയാഴ്ച തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് ഈ ഒരു ഭാഗം എന്നോട് സംസാരിപ്പാനിടയായിട്ടുണ്ട്. और पिछले फ्राइडे को पासवान से परमेश्वर की आत्मा ने ये भाग भी അതുകൊണ്ട് ആ ഒരു വചനം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. कि वो जो वचन बोलने के बाद जो मैंने सवाल पूछे उसकी ओर आएंगे। 10 വർഷം ദേശത്ത് സ്വസ്ഥതയുണ്ടായി. 10 साल देश में शांति हुआ। ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയപ്പോൾ ये वचन जब परमेश्वर की आत्मा ने दिया ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞെന്ന ഒരു ദൂത് ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയാൻ പോകും. कि परमेश्वर ने जो दिया वो एक वाणी में आपको कहना चाहता हूँ। ഒരു സ്വസ്ഥതയുടെ കാലം ദൈവം തരാൻ പോകുകയാണ്. हालेलुया। एक शांति का समय परमेश्वर देने നാം वाला है। ഭയപ്പെടുന്ന അനർത്ഥമോ വിപത്തിയോ ഹല്ലേലൂയ നാം കാണുന്ന വെല്ലുവിളികളോ എന്നേക്കും നിൽക്കത്തില്ല. ദൈവം തൻ്റെ ജനത്തിന് സഭയ്ക്ക് സ്വസ്ഥതയുടെ വർഷങ്ങൾ മുന്നിൽ നൽകും. हम जो चुनौती देखते हैं, हम जो विपत्ति देखते हैं, जो भी चेतावनी देखते हैं, वो सब हमेशा के लिए नहीं रहेगा। परमेश्वर कलीसिया को और हमें एक शांति का समय देगा। ഫറവോൻ പുറകെ ഉണ്ടെങ്കിൽ, अगर फरोन पीछे है तो, മുൻപിൽ ചെങ്കടൽ ഉണ്ടെങ്കിൽ, आगे लाल समुद्र है तो, രണ്ടും പുറത്തും തടസ്സമുണ്ടെങ്കിൽ आगे अगर रुकावट है, നിങ്ങൾ പേടിക്കണ്ട. आपको डरना नहीं है। നിങ്ങൾ പറയല അയ്യോ കർത്താവ് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? आपको ये नहीं कहना है परमेश्वर इस प्रकार क्यों हो പരിശുദ്ധാത്മാവ് रहे ഇന്ന് हैं। പറയുകയാണ്, पवित्र आत्मा इस प्रकार कहता है, ഒരു രാത്രി കൊണ്ട് ഫറവോനെ മാറ്റാൻ പോകുകയാണ്. एक रात से फरोन को हटाएगा मैं। ഒറ്റ രാത്രി കൊണ്ട്, एक रात से। ഇന്ന് രാത്രി നീ ഭയത്തിന്റെ രാത്രിയാക്കി തീർത്തെങ്കിൽ, अगर आज की रात तेरे लिए भय का रात है, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭാരത സഭയെ നോക്കി പറയുകയാണ്, कि परमेश्वर की आत्मा भारत की कलीसिया को कहता ഇന്ന് है, കാണുന്ന ഭയം, ഇന്ന് കാണുന്ന വെല്ലുവിളികൾ, आज जो देख रहे भय, आज का जो चुनौती है, ഹല്ലേലൂയ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. एक रात में वो हटाने के लिए विश्वास योग्य है। നാളെ പാടാൻ പറ്റുമെന്ന്. कल तू गा ഇന്ന് सकता കണ്ട है, മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വരികയില്ല. ഓ ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു കണ്ട തമീനി വരികയില്ല. നമുക്ക് പാടാൻ പറ്റുമെന്ന്. ये हम गा सकते हैं മിസ്രൈമിനെ ഇനിയും കാണാതിരിക്കണമെങ്കിൽ कि मिस्र को अभी और नहीं देखना അവൻ है तो, വെല്ലുവിളിച്ചു വന്നേ പറ്റത്തുള്ളൂ. कि उसको चुनौती दे के आना ही होगा। പക്ഷെ ജനത്തിന് സ്വസ്ഥതയുടെ ദിനങ്ങൾ മുൻപിൽ ദൈവം ഒരുക്കാൻ പോകുകയാണ്. लेकिन लोगों के लिए शांति का दिन परमेश्वर आगे खोलेगा। ആസയുടെ കാലത്ത് സ്വസ്ഥതയുണ്ടായി. आशा के समय में शांति आया। എന്നിട്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? इतिहास की किताब में क्या कहते ഈ हैं? സ്വസ്ഥതയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടായി. ये शांति का एक परिणाम आया। സ്വസ്ഥതയുടെ റിസൾട്ട് എന്താ? शांति का परिणाम क्या है? എന്നെ ദൈവാത്മാവ് കഴിഞ്ഞ വെള്ളിയാഴ്ച പഠിപ്പിച്ചൊരു കാര്യം ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യുക. मुझे परमेश्वर की आत्मा ने पिछले हफ्ते जो सिखाया मैं आपको शेयर करना चाहता हूँ। 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. कि पहला 2 Chronicles chapter 14 verse 5 through. देखो എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? वहाँ क्या लिखा है? സ്വസ്ഥതയുടെ റിസൾട്ട് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. कि शांति का जो रिजल्ट वहाँ लिखा है। ഹല്ലേലൂയ. ആ വാക്യം മലയാളത്തിൽ ഒന്ന് വായിക്കുകയാണ്. യഹോവ അവന് വിശ്രമം നൽകിയത് കൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകുകയാൽ. യഹോവ എന്ത് ചെയ്തു? यहोवा ने क्या किया? थैंक यू जीसस. हालेलुया. प्रिया के लिए क्षण प्रार्थना करेगा. यीशु नासरी के नाम में. प्रिय लियो दो, प्रिय लियो. सब लोग प्रार्थना कर दीजिए यीशु नासरी के नाम में. प्रभु अपने बच्चों को पिछले काफी समयों से तंग कर रहे उस अंधकार का शक्ति को यीशु नासरी के नाम में, यीशु नासरी के नाम में. मेरे पार्टी वाले के हल्का शकामाना यीशु नासरी के नाम में. कलीसिया साथ में, कलीसिया साथ में प्रार्थना कर दीजिए. Mighty and holy name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ the evil powers and spirits जो अंधकार का शक्ति पिछले काफी समयों से, जो बीमारी की शक्ति पिछले काफी समयों से अपना बच्चों को तंग कर रहे, फिर वापस आना नहीं है. यीशु नासरी के नाम में निकल जाओ.
आजा अपने सामर्थ में हमें भर दे अपनी अग्नि से खुदा तू आजा अपनी सामर्थ में हमें भर दे अपनी प्रेम से खुदा तू आजा अपनी सामर्थ में हमें भर दे अपनी अग्नि से खुदा तू आजा सारे आंख बंद हमें भर दे अपनी अग्नि से खुदा तू आजा अपनी सामर्थ में हमें भर दे अपनी अग्नि से खुदा पवित्र आत्मा पवित्र आत्मा Everybody sing. पवित्र आत्मा पवित्र आत्मा तू आजा अपनी सामर्थ में हमें भर दे अपनी अग्नि से खुदा तू आजा अपनी हमें भर दे पवित्र इस वचन में बहुत बड़ा सामर्थ्य है. വചനത്തിൽ ഒത്തിരി ശക്തിയുണ്ട്. ഇത് ചില ജീവിതങ്ങളിൽ ഇന്ന് ആമേൻ, പകൽക്കാലം ആമേൻ, സ്വസ്ഥത ഡിക്ലെയർ ചെയ്യാൻ പോകുകയാണ്. ये वचन कुछ लोगों के जीवन में आज शांति ഈ लाएगा. വചനം കേൾക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. आमेन क्योंकि ये जो वचन आएगा तो परमेश्वर का कार्य प्रकट होगा. सिस्टर कल्पना की बेटी प्रार्थना सिस्टर कल्पना के लिए प्रार्थना कर रहे हैं. यीशु नासरी के नाम में आपके शरीर में आप- तकलीफ दे रहे अंधकार का शक्ति को हम डांट के हम बांध के शांत होने हालेलुया। काटना देते. जब तक इस वचन खत्म करेगा तब तक यीशु नासरी के नाम है यीशु नासरी के नाम है वचन सुनने के लिए उनको प्रभु मदद कर दीजिए. उस अंधकार को पीछे हटने का आज्ञा देते. आउट आउट सिस्टर बैठ के वचन सुन लीजिए. ഇരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടാൽ बैठ के वचन सुनिए परमेश्वर का. എന്താ ഞാൻ പറഞ്ഞത്? मैंने क्या कहा? ഈ വചനം പറയുക ये वचन कहता है അങ്ങനെ ദേശത്തിന് വിശ്രമം ഉണ്ടായി. ऐसे देश में शांति आया. എത്ര പേര് ഈ വചനം കേൾക്കുന്നുണ്ട്? जितने लोग ये वचन सुन रहे ध्यान से सुनिए. ദേശത്തിന് വിശ്രമം ഉണ്ടായി. देश को शांति मिला. നമ്മൾ ഈ വചനം പറയുമ്പോഴേ ये जो वचन कहेंगे അന്ധകാര ശക്തികൾ മാനിഫെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? कि ये जो वचन सुनते तो अंधकार की शक्ति जब प्रकट होते क्या होता है? ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ये वचन में परमेश्वर का सामर्थ प्रकट हो रहा है. അപ്പൊ ഈ വചനം നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത്. ये वचन हमें कंटिन्यू करना नहीं है. ऐसे ऐसे इसके लिए शैतान काम कर रहे हैं. कि वचन कंटिन्यू नहीं करे इसके लिए शैतान काम करता है.
നമ്മൾ വചനം കണ്ടിന്യൂ ചെയ്യാതെ ഇതിന്റെ പുറകെ പോകണം. हम वचन को कंटिन्यू ना करते हुए उसके पीछे जाना है ജനത്തിനുള്ള വിടുതൽ ഉണ്ടാകത്തില്ല. तो लोगों का जो छुटकारा वो नहीं होगा. അതവിടെ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്ക് അതൊക്കെ പിടിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. कि वो सब ऐसा होगा, उन सबको पकड़ने में बहुत समय है. വചനം ഒന്ന് കേൾക്കാം കേട്ടോ. अब मैं ना था. നമുക്ക് वचन ഒന്ന് सुनना കേൾക്കാം. है. എന്താ വചനം? वचन क्या है? വിശ്രമം, शांति, സ്വസ്ഥത. शांति. എല്ലാരും പറഞ്ഞാട്ട് വിശ്രമം ഉണ്ടാകാൻ പോകുക, कि हर एक जन बोले शांति होने वाला है, സ്വസ്ഥത ഉണ്ടാകാൻ പോകുക, कि आराम होने वाला है, ദേശത്തിന് വിശ്രമം ഉണ്ടാകാൻ പോകുക, देश को आराम होने ഈ वाला है, ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകാൻ ये देश को शांति होने वाला है. ആത്മാവിൽ ഇന്ന് പകൽക്കാലം പ്രവചിച്ച് പറയുക, कि आत्मा में आज भविष्यवाणी करके कहता ഇന്ത്യ है രാജ്യത്തിന് വിശ്രമവും സ്വസ്ഥതയും ഞങ്ങൾ കൽപ്പിക്കുക. कि भारत देश को विश्राम और शांति हम कह रहे മുംബൈ हैं. പട്ടണത്തിന് വിശ്രമവും സ്വസ്ഥതയും आमेन, കൽപ്പിക്കുക. आमेन, आमेन, हालेलुया. मुंबई शहर को विश्राम और शांति कह रहे हालेलुया. हैं. हालेलुया. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, कि रेवलेशन में एक आयत है 10 ദിവസം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും. कि 10 दिन तुम्हें परीक्षा होगा. 10 ദിവസം പരീക്ഷ അല്ലേ? 10 दिन परीक्षा. 10 ദിവസം അസ്വസ്ഥതയുടെ ദിവസമാണ്. 10 दिन जो है अशांति के दिन है. ആസയുടെ ആ ഒരു അനുഭവത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞത് कि आशा का अनुभव में इतिहास की 10 किताब में कहते വർഷം हैं സ്വസ്ഥത ഉണ്ടാകുന്ന. कि 10 साल शांति होगा. എനിക്ക് ഇങ്ങനെ തോന്നി, मुझे इस प्रकार लगा പരീക്ഷ 10 ദിവസമേ ഉള്ളൂ, कि जो परीक्षा है 10 दिन का है, സ്വസ്ഥത ദീർഘ വർഷങ്ങളാ. वो शांति जो है लंबा साल का है. എല്ലാരും പറഞ്ഞാട്ടെ പരീക്ഷ എന്നുമില്ല. अरे जो मुंह खोल के बोले परीक्षा हमेशा नहीं പരീക്ഷ है. കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. जो परीक्षा है कुछ दिनों के लिए है. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, कि शाम को जो आंसू आके रहेगा ഉഷസ്സിൽ ആനന്ദഘോഷം. और सुबह के प्रभात में क्या होगा? आनंद की बातें होगा. ഇന്നലെ വീട്ടിൽ കരച്ചിൽ ഉയർന്നെങ്കിൽ अगर कल घर में अगर रोना की आवाज അടുത്ത आया, ദിവസം രാവിലെ പാട്ട് ഉയരുകയാ, कि दूसरे दिन सुबह गीत आ रहा കൈയൊക്കെ है, അടിച്ച് ശക്തമായിട്ട് പാടുകയാ, हाथ ताली बजा के साथ രാവിലെ गा रहे हैं. ആനന്ദഘോഷം. कि सुबह जो आनंद की बातें हैं, ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തനത്തിൽ സൃഷ്ടിക്കാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തനത്തിൽ സൃഷ്ടിക്കാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഓ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. കരങ്ങളെ അടിച്ചാട്ടെ. എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തനത്തിൽ സൃഷ്ടിക്കാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തനത്തിൽ സൃഷ്ടിക്കാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ദൈവമക്കളെ, കരച്ചിൽ സന്ധ്യയ്ക്ക് വരും, രാവിലെ ആനന്ദഘോഷം വരും. रात को रोना आएगा, लेकिन सुबह सुबह परमेश्वर की शांति आएगा. ഇസ്രായേൽ മക്കളുടെ പിന്നാലെ വലിയ സൈന്യം ഇങ്ങനെ പിൻപറ്റുകയാണ്. कि इस्राएल लोगों के पीछे बहुत बड़ा सेना आया, കരയുകയാണ്. सभी लोग रो रहे हैं. മോശ കൂടെ കരയുക, മോശ കൂടെ കരയുക. मूसा भी रोने लगा. ദൈവം മോശയോട് എന്തിനാടാ കരയുന്നത്? परमेश्वर ने मूसा से तेरे पूछा कहीं क्यों में रो वड़ी रहे इल्ले? हैं? तेरे हाथ में एक छड़ी ഈ है. വടി വെറും ഹല്ലേലൂയ വെറും വടിയല്ല കേട്ടോ. ये केवल एक छड़ी नहीं ഈ വടി है, അത്ഭുതങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചതാ. ये छड़ी से चमत्कार पिछले दिनों में നിന്റെ हुआ है. കയ്യിലൊരു ശുശ്രൂഷയില്ലേ? तेरे हाथ में एक सेवकाई എടുത്ത് है, അങ്ങോട്ട് നീട്ട്. तू तेरे सेवकाई को आगे बढ़ा. കയ്യിലൊരു ശുശ്രൂഷയുണ്ടോ? हाथ में एक सेवकाई है क्या? ആമേൻ. ഒരു കൃപാവരം ഉണ്ടോ? एक अनुग्रह है क्या? എടുത്ത് അങ്ങോട്ട് നീട്ടടാ. उसको तू आगे की ओर बढ़ा. അടുത്ത ദിവസം രാവിലെ എല്ലാരും കൂടെ തപ്പും വീണയൊക്കെ എടുത്ത് അടിച്ച് കൊട്ടി പാടുകയാ. दूसरा दिन सभी लोग बोले हाथ ताली बजा के गीत गा रहे हैं. മിരിയാം ആ നേതൃത്വത്തിൽ അല്ലേ? मरियम जो है उसमें മിരിയാം अगुवाई തപ്പൊക്കെ कर रहे എടുത്ത് हैं. പാടിയെന്നാ. वो टफली उठा के उसने गीत गाया. മിരിയാം എന്ത് പാടിയെന്നാ? मरियम ने क्या गाया? ഫറവോനെയും സൈന്യത്തെ മുക്കിയ ദൈവത്തിന് ഹല്ലേലൂയ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയെന്നാ. वो फरोन और सेना को डुबाया और परमेश्वर को धन्यवाद बोल के गाया. സന്ധ്യയ്ക്കൽ കരച്ചിൽ ഉഷസ്സിൽ ആനന്ദഘോഷമാണെന്ന്. कि रात को रोना रहेगा, लेकिन सुबह क्या आनंद की बातें ഒറ്റ होगा. ദിവസം ഒറ്റ രാത്രി മതി നിന്റെ കണ്ണുനീര് മാറ്റി നിന്റെ കുടുംബത്തിൽ ആനന്ദം ദൈവത്തിന് കൊണ്ടുവരാൻ. ഒറ്റ രാത്രി മതി.
आमीन। तेरे घर से जो रोने को हटा के आनंद को लाने के लिए परमेश्वर को केवल एक रात की जरूरत है। പരീക്ഷ 10 ദിവസമാണെങ്കിൽ कि परीक्षा का 10 दिन है तो ആനന്ദത്തിന്റെ അത് വർഷങ്ങളാ കേട്ടോ. आनंद जो है वर्षों रहेगा। ധൈര്യമായിട്ടിരുന്നു. परमेश्वर बच्चों धैर्य के साथ रहो। കഷ്ടപ്പെട്ടതിനും സങ്കടപ്പെട്ടതിനും ഒക്കെ പകരമായിട്ട് ദൈവം ദീർഘവർഷങ്ങൾ നിങ്ങൾക്ക് പകരം ആനന്ദത്തിന്റെ ദിനങ്ങൾ നൽകും. आपने जो कष्ट उठाया, जो दुख उठाया, इसके बदले परमेश्वर सालों आपको आनंद देंगे। ദൈവവചനം പറയുന്നത് ये वचन क्या कहता है? അങ്ങനെ ദേശത്തിന് വിശ്രമം ഉണ്ടായി. ऐसा देश में विश्राम आया। ഹല്ലേലൂയ. ദേശത്തിന് വിശ്രമം നൽകിയത് കൊണ്ട്, देश को विश्राम मिला बोल के, ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകിയാലും कि देश को शांति मिला बोल ആ के, സംവത്സരത്തിൽ അവന് യുദ്ധമില്ലാത്തത് കൊണ്ട്, कि उस समय में उसको युद्ध नहीं था बोल के, യുദ്ധമില്ലാത്ത വർഷം, कि बोलो आप मुंह खोल के बोलो बिना युद्ध का समय, അവന് യുദ്ധമില്ലാത്തത് കൊണ്ട്, उसको युद्ध नहीं था कह के, ഹല്ലേലൂയ, അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. उसने यहूदा में पक्का शहरों को बनाया। ഇനി ഞാനൊരു ദൂത് പറയാ. मैं अब एक वाणी कहता हूँ, പണിയണമെങ്കിൽ, अगर कुछ बनाना है if तो, you want to build something, अगर आपको कुछ निर्माण करना है तो നിങ്ങൾക്ക് സ്വസ്ഥതയുടെ ദിനങ്ങൾ ഉണ്ടാകണം. आपको शांति का दिन होना है। आमीन। ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? मैंने जो बोला सुना? നിങ്ങൾക്ക് ചിലത് പണിയണമെങ്കിൽ अगर आपको कुछ चीजों का निर्माण करना है അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടാകണം. तो क्या होना चाहिए? സ്വസ്ഥതയുടെ ദിവസങ്ങൾ ഉണ്ടാകണം. तो शांति का दिन होना चाहिए। സ്വസ്ഥതയില്ലെങ്കിൽ, अगर शांति नहीं है तो, വിശ്രമമില്ലെങ്കിൽ, अगर विश्राम नहीं है तो, യുദ്ധമാണെങ്കിൽ अगर युद्ध है तो പണിയാൻ സമയം കിട്ടത്തില്ല. तो बनाने का समय नहीं പണിയാൻ मिलेगा, സ്വസ്ഥത കിട്ടത്തില്ല. कि निर्माण करने का शांति नहीं मिलेगा। ഈ മാസങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? इन महीनों में हम क्या करेंगे? ഈ വർഷത്തിന്റെ സെക്കൻഡ് ക്വാർട്ടർ നമ്മൾ എന്താ ചെയ്യുന്നത്? ये साल का सेकंड क्वार्टर हम क्या कर रहे हैं? എല്ലാരും പറഞ്ഞാട്ടെ. हर जो मुख खोल के बोले, റീബിൽഡ്, हम फिर से बना रहे हैं, റീബിൽഡ്, हम फिर से बना रहे हैं। റീബിൽഡ് ചെയ്യണമെങ്കിൽ, अगर फिर से बनाना है പൊളിഞ്ഞു तो, പോയതിനെ പുതുക്കി പണിയണമെങ്കിൽ, जो टूटा हुआ उसको फिर से बनाना है तो, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു, पवित्र आत्मा ने पिछले फ्राइडे को कहा സ്വസ്ഥതയുടെ ദിവസങ്ങൾ ഞാൻ തരുകയാ. कि शांति का दिन मैं देने वाला है। സ്വസ്ഥതയുടെ ദിവസം എന്തിനാ തരുന്നത്? शांति का दिन क्यों दे रहे हैं? വിശ്രമത്തിന്റെ ദിവസം എന്തിനാ തരുന്നത്? ये क्यों दे रहे हैं? ചിലതിനെ എന്റെ ജനം പണിയാൻ പോകുകയാ. कि मेरे लोगों को बनाने के लिए आप आ रहा है। ചിലതിനെ എന്റെ ജനം പണിയാൻ പോകുകയാ. कुछ लोगों को बनाने वाला है। അൽക്കമന രം ശഖമന രം തനെ. ഹല്ലേലൂയ. हालेलुया। നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. नेहमिया का किताब में ऐसा एक आयत है। നെഹമ്യാവ് തന്റെ ജനത്തോട് പറയുക, नेहमिया लोगों से कह रहा है നിന്ദിത പാത്രരായി തീരാൻ കർത്താവ് നമ്മളെ കൈവിടത്തില്ല കേട്ടോ. कि निंदा का पात्र बनने के लिए परमेश्वर हमें हाथ नहीं അതുകൊണ്ട് छोड़ेगा। വരിക, നമുക്ക് എഴുന്നേറ്റ് പണിയാം. इसके लिए आओ हम उठ के बनाते ആ, हैं। നിന്ദിത പാത്രരായി തീരുവാൻ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന് कि निंदा का पात्र बनने परमेश्वर नहीं देगा। ചിലർ പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പണിയാൻ പോകുക. कुछ लोग मुंह खोल के बोला हम उठ के बनाने वाला है। എഴുന്നേറ്റ് പണിയണമെങ്കിൽ, अगर उठ के बनाना है तो, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാ പറയും ഒരു സ്വസ്ഥതയുടെ കാലഘട്ടം ഉണ്ടാകുമെന്ന്. कि परमेश्वर की आत्मा बोलता है शांति का समय അപ്പോൾ आएगा। നിങ്ങൾ പറയും, तो आप कहेंगे നെഹമ്യാവിന്റെ പുസ്തകത്തിലെ नेहमिया का किताब में ഈ എതിർക്കുന്ന ഒത്തിരി എതിർപ്പുകളില്ലേ പാസ്റ്ററെ? कि या जो ഹാ, ഞാനൊരു ദൂത് പറയാം. मैं एक वाणी देता हूँ, എതിർത്തതാരാ? कौन उसके विरोधी थे? സൻബല്ലത്തും തോബിയാവും ഒക്കെ कल्पत तोबिया ये था विरोधी, ലോക്കലാണെന്ന്. वो लोकल था। അതൊക്കെ ലോക്കലാന്ന് പറ. वो सब आप बोलो लोकल है, അതൊക്കെ ലോക്കൽ എതിർപ്പ്. वो सब लोकल था। ലോക്കൽ എതിർപ്പില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഉണ്ടോ? कि लोकल विरोध के बिना कोई मसीह जीवन है? പരീക്ഷയും രോഗവും സങ്കടവും ഒക്കെ ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഉണ്ടോ? परीक्षा बीमारी इन सब के बिना एक मसीह जीवन അത് है? നമ്മുടെ കൂടെ ഉണ്ട്, കൂടെ പുറപ്പാ. वो हमारे साथ रहेगा, അതിനെ നമ്മൾ പേടിക്കണ്ട. उसे हमें डरना नहीं है। അതിനെ നോക്കിയിട്ട് പറയണം, उसे देख के कहना എന്നെ है പോലെ ഒരുത്തൻ ഓടിപ്പോകത്തില്ല. आमीन हालेलुया। मेरे जैसे एक व्यक्ति भाग ഈ के नहीं जाएगा। ലോക്കൽ ആക്രമണങ്ങളെ കണ്ടിട്ട്, ये लोकल चुनौतियों को देख ഈ के, പരീക്ഷകളെ കണ്ടിട്ട് ये परीक्षाओं को देख के എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകത്തില്ല. मेरे समान एक व्यक्ति भागेगा എന്റെ नहीं। കൂടെ കർത്താവിന്റെ കരമുണ്ട്. आमीन हालेलुया। मेरे साथ परमेश्वर का हाथ है, കർത്താവിന്റെ കരം ഉള്ളത് കൊണ്ടാണ് कि परमेश्वर का हाथ है कि ദേശം ഭരിക്കുന്ന രാജാവ് ഇന്ന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. कि देश का राज अनुकूल में है। ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. आत्मा में एक वाणी അത് कहता हूँ, സ്വസ്ഥതയുടെ ദിനങ്ങൾ ദൈവജനത്തിന് വരാൻ പോകുകയാണ്. शांति का दिन परमेश्वर लोगों के लिए आने वाला है। അനുകൂലമായി കരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. अनुकूल हाथों को परमेश्वर उठाएगा। വിശ്വസിക്കുന്നവർ ദൂത് സ്വീകരിച്ചാട്ടെ. जो विश्वास करो वाणी को स्वीकार करे। 2023 2023 में ദേശത്ത് ചിലത് പണിവാൻ ദൈവം നമ്മെ സഹായിക്കുമെങ്കിൽ, कि देश में कुछ बनाने के लिए परमेश्वर हमें मदद करेगा। അതിന്റെ അർത്ഥം ദൈവം സ്വസ്ഥതയുടെ ദിവസങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ്. इसका अर्थ है कि परमेश्वर शांति का दिन रखा है। സ്വസ്ഥത എങ്ങനെയാ ഉണ്ടാകുന്നത്? शांति कैसे होता है? ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन അവൻ कहता है ഭൂമിയുടെ അറ്റം മുതൽ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തി
ചെയ്യുന്ന ദൈവമാണ്. वचन कहते हैं दुनिया का छोर से छोर तक वो युद्धों को क्या करते हैं, समाप्त നിന്റെ करता है. ജീവിതത്തിലെ യുദ്ധങ്ങളെ സ്വർഗ്ഗം നിർത്തൽ ചെയ്യുമെന്ന്. तेरे जीवन के युद्धों को स्वर्ग जो है शानदार खत्म करेगा. ആശയുടെ കാലത്ത് യുദ്ധമില്ല. आशा का जमाने में युद्ध नहीं है. എന്തുകൊണ്ട് യുദ്ധമില്ല? क्यों युद्ध नहीं है? യുദ്ധങ്ങളെ സ്വർഗ്ഗം നിർത്തൽ ചെയ്തെന്ന്. क्योंकि युद्ध को स्वर्ग ने रोक दिया. 10 വർഷം സ്വസ്ഥത കൊടുത്തെന്ന്. 10 साल शांति दिया. എന്തുകൊണ്ട് സ്വസ്ഥത കൊടുത്തു? क्यों शांति दिया? അത് പണിയാനുള്ള സമയമാണെന്ന്. वो बनाने का समय था. ആത്മാവിൽ ഞാൻ പറയട്ടെ, आत्मा में मैं कहता ദേശത്ത് हूँ പണിയാനുള്ള സ്വസ്ഥതയുടെ വർഷങ്ങൾ പിന്നെയും ദൈവജനത്തിന് ദൈവം നൽകാൻ പോകുകയാണ്. कि देश में बनाने का समय फिर से परमेश्वर के लोगों को परमेश्वर देने वाला है. കരകളെ അടിച്ച് हाथ ताली ഓ बजा के ജവന്തുനരക ശകമനരകദലെ ഹർദമാലരം ശൽഖമനെ ദേവാനരദൽപം ശൽഖമനെ. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താ നമ്മൾ കേട്ടത്? पिछले फ्राइडे को हमने क्या सुना? സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ जकरिया भविष्यद्वक्ता का किताब पहला. ഒറ്റ രാത്രി കൊണ്ട് സക്കറിയാവ് 8 ദർശനം കാണുകയാണ്. एक ही रात को जकरिया 8 दर्शन देख रहे हैं. ഒറ്റ രാത്രി കൊണ്ട് एक रात को 8 ദർശനം. 8 दर्शन. ഭയങ്കര പ്രോഫറ്റിക് ക്ലാരിറ്റിയാ സക്കറിയാവിന്. बहुत ही भविष्यवाणी का क्लैरिटी है. ഈ ദേവദാസന്മാരുടെ ക്ലാരിറ്റി വ്യത്യാസമുണ്ട് കേട്ടോ. ചിലർ ഭയങ്കര വെളിപ്പാടാ. कुछ लोगों को बहुत ज्यादा प्रकाशन है. സക്കറിയാവിന് ഭയങ്കര വെളിപ്പാടുള്ള ദേവദാസനാ. कि जकरिया जो बहुत ही प्रकाशन वाला, സക്കറിയാവിന്റെ അതേ കാലഘട്ടത്തിൽ പ്രവചിച്ച മറ്റൊരു പ്രവാചകനാ ഹഗായി. कि जकरिया के वही समय में दूसरे भविष्यद्वक्ता तो होता हगाई. ഹഗായി പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ हगाई का जब किताब पढ़ता है അദ്ദേഹത്തിന് കിട്ടിയ വിഷൻസിന്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. वहाँ उसको मिला हुआ विजन का डेट लिखा है 2 മാസത്തിൽ 2 ദർശനമേ കിട്ടിയുള്ളൂ. कि 2 महीने में 2 दर्शन मिला. ഇത് സക്കറിയ ഒറ്റ രാത്രിയിൽ ഇരുന്ന് 8 ദർശനം കാണുകയാണ്. और जकरिया ने एक रात को 8 दर्शन देखा. ഭയങ്കര പ്രോഫറ്റിക് ക്ലാരിറ്റിയാ. बहुत ही क्लैरिटी है ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ശുശ്രൂഷയുടെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും കേട്ടോ. कि हम सबके सेवका का जो क्लैरिटी को हम बढ़ा सकते हैं. പലപ്പോഴും ഇത് പഠിപ്പിക്കാറുണ്ട്. ये बहुत बार सिखाता है ക്ലാരിറ്റി, ശുശ്രൂഷയുടെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കണം. कि सेवका के क्लैरिटी को बढ़ाना നിങ്ങളുടെ है. ടാലന്റ് എന്തുമാകട്ടെ, आपका तालीम कुछ भी हो, നിങ്ങളുടെ ടാലന്റിന്റെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാം. आपका तालीम का जो क्लैरिटी को बढ़ा सकता है. ഒരു ചെറിയ ദർശനം കാണുന്ന വ്യക്തിയാ. आप एक छोटा दर्शन देखने वाला നിങ്ങൾ व्यक्ति है. കർത്താവുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ आप परमेश्वर से मिल जाएंगे, അതിന്റെ ക്ലാരിറ്റി കൂടും. उसका जो क्लैरिटी बढ़ेगा കൂടുതൽ വ്യക്തതയോട് കാണും. और साफ देख पाएंगे. ഇപ്പൊ ഊഹാപോഹമായിട്ടേ കാണുന്നുള്ളൂ. अभी क्या है कि ऐसे अंदाजा से देखता है, തുന്തുലായിരിക്കാം, दुलदुला रहेगा, സ്പഷ്ടമല്ല. साफ साफ नहीं പക്ഷെ है. കർത്താവുമായിട്ട് നല്ല റിലേഷനായി जब परमेश्वर अच्छा रिश्ता आ जाता है, വിശ്വസ്തമായിട്ട് നിന്നാൽ विश्वस्त होकर रुकता है, ദൈവം പേരുകൾ വിളിക്കാൻ തുടങ്ങും. परमेश्वर नाम पुकारने ഫോൺ लगेगा, നമ്പർ വെളിപ്പെടുത്താൻ തുടങ്ങും. फोन नंबर प्रकट करने लगेगा. അതുപോലെ കർത്താവിന് ബുദ്ധിമുട്ടുണ്ടോ? वो परमेश्वर बड़ा है क्या? പേര് വിളിക്കുക, ഫോൺ നമ്പർ, नाम बताना, फोन नंबर बताना. മക്കളെ, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. मैं आपको एक सच्चाई कहता ഈ हूँ അടുത്ത ദിവസങ്ങളിൽ കേട്ട് ചില ദൈവദാസന്മാര് പേര് വിളിക്കാൻ തുടങ്ങുന്നു. कि मैंने सुना कि कुछ परमेश्वर दास लोग नाम അവരുടെ बुलाने लगा. ശുശ്രൂഷ ദൈവം വർദ്ധിപ്പിക്കുക കേട്ടോ. उसकी सेविका ही परमेश्वर बढ़ा रहा है. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ദൈവദാസന്മാര് मुझे कुछ लोगों को जानता हूँ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സമയം വന്നപ്പോൾ അവർ പേര് വിളിച്ചില്ല. कि पिछले बार अपने कलीसिया में तो नाम नहीं बुलाया, പക്ഷേ ഈ പ്രാവശ്യം ബോംബെ വന്നപ്പോൾ അവർ പേര് വിളിക്കാൻ തുടങ്ങി. കാരണം പ്രോഫറ്റിക് ക്ലാരിറ്റി വർദ്ധിക്കുക. क्योंकि इस बार जब मुंबई में तो नाम बुलाने लगा. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. मेरे अनुभव से मैं कहता हूँ 2010 ഞാൻ 40 ദിവസം ഉപവസിക്കുമ്പോൾ कि 2010 में जब 40 दिन का उपवास में ഞാൻ था, പറഞ്ഞു, കർത്താവ് എനിക്ക് പേര് വെളിപ്പെടുന്നു. परमेश्वर मुझे नाम प्रकट होना है. അതിന് ശേഷം പല സന്ദർഭങ്ങളിൽ उसके बाद बहुत सारी जगह पे വ്യക്തികളുടെ പേര് വെളിപ്പെടാൻ തുടങ്ങി. लोगों का नाम प्रकट होने लगा. ഹല്ലേലൂയ. അപ്പൊ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലേ? तो क्लैरिटी बढ़ा सकता है. ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സക്കറിയാവിന് ഭയങ്കര ക്ലാരിറ്റിയാ. जकरिया को बहुत क्लैरिटी था. ഒറ്റ രാത്രിയിൽ 8 ദർശനം കാണുകയാണ്. एक ही रात को 8 दर्शन देखा. അതിനകത്ത് ചില ദർശനം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത്. उसमें कुछ दर्शन है पिछले फ्राइडे ആദ്യം को कहा. കാണുന്ന ദർശനം എന്താ? पहला दर्शन क्या था? കൊഴുന്തു വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു പുരുഷൻ നിൽക്കുന്നത് താൻ കാണുന്നു. കൊഴുന്തെന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങളിങ്ങനെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ പോലെയുള്ള നദീതീരത്ത് നിൽക്കുന്ന ചെടികളെന്ന് മനസ്സിലാക്കുക. आप इस प्रकार समझिए कि नदी के जो किनारे में रुकने वाले जो സർക്കണ്ടിനകത്ത് നർക്കട്ട് ജൈസെ ജോ ചാടോ ഹല്ലേലൂയ जाड़े हैं, അതിന്റെ നടുക്ക് ഒരു മനുഷ്യൻ നിൽക്കി, ഒരു പുരുഷൻ നിൽക്കി. उसके बीच में एक पुरुष खड़ा है. സക്കറിയാവ് സത്യത്തിൽ എന്തിനാ ഈ രാത്രിയിൽ കൊഴുന്തു വൃക്ഷങ്ങൾക്കിടയിൽ പോയത്? जकरिया क्यों रात को वृक्षों के बीच में गया? അതിനെക്കുറിച്ചുള്ള തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ
उसके बारे में थियोलॉजिकल एक्सप्लेनेशन, പ്രാർത്ഥിക്കാൻ പോയതാ. प्रार्थना करने गया. എന്തിനാ സക്രിയാവെ പ്രാർത്ഥിക്കാൻ പോയത്? क्यों प्रार्थना करने गया? സക്രിയാവ് പറയും, सक्रिय कहेगा ഒരു സ്വസ്ഥതയുമില്ല കേട്ടോ. कोई शांति नहीं है, എനിക്ക് സ്വസ്ഥതയില്ല, मुझे शांति नहीं, എന്റെ ജനത്തിന് സ്വസ്ഥതയില്ല. मेरे लोगों को शांति नहीं. എല്ലാരും പറഞ്ഞിട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാത്തതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പോയത്. कि जो कोई शांति नहीं वो प्रार्थना करने गया. സ്വസ്ഥതയില്ലാതെ രാത്രി ഉറക്കം കിട്ടാതെ മുഴങ്കാലിൽ ഇരുന്ന് കഴിഞ്ഞാൽ, जब तुम अशांत रहते हो तब तुम घुटने में अगर रात को बैठते हो, ഒരു രാത്രി കൊണ്ട് एक रात में ദൈവം നിന്റെ മുമ്പിൽ ചിലത് പറയാൻ പോകുകയാണ്. हालेलुया, നിന്റെ മുമ്പിൽ ചിലത് വെളിപ്പെടുത്താൻ പോകുകയാണ്. एक रात में परमेश्वर तेरे सामने कुछ प्रकट करके देगा. ഒറ്റ രാത്രി കൊണ്ട് एक रात में നിന്നെ അസ്വസ്ഥമാക്കുന്ന, तुझे अशांत करने वाला, നിന്നെ ഹല്ലേലൂയ നിന്റെ ചൈൻ, നിന്റെ മനസ്സമാധാനത്തെ കെടുത്തുന്ന तेरा चेन को खराब करने ആ वाला, വിഷയത്തിന്റെ സൊല്യൂഷൻ ദൈവം വെളിപ്പെടുത്താൻ उस പോകുകയാണ്. विषय का सॉल्यूशन तुझे प्रकट करके ഒറ്റ देगा. രാത്രി മതിയെന്ന്. एक रात काफी ഒരു है. രാത്രി നീ ഒന്ന് ഉറക്കമളയ്ക്ക, एक रात तू ഒരു രാത്രി ഒന്ന് മുഴകാലിൽ ഇരിക്ക. एक रात जरा घुटने में बैठ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, कि शाम को जो है हो सकते आंसू आए. ഉഷസ്സിൽ ആനന്ദഘോഷം ഉണ്ടാകാൻ പോകുകയാണ്. सुबह के समय ആമീൻ आनंद പറഞ്ഞ് होगा. സ്വീകരിച്ചാട്ടെ. आमीन बोल के स्वीकार करे. ദൈവമക്കളെ, നമ്മുടെയൊക്കെ വിഷയങ്ങൾ हमारा जो विषय है, ഒറ്റ രാത്രി ഉറക്കളച്ച് പ്രാർത്ഥിച്ചാൽ മാറുന്ന വിഷയമേ ഉള്ളൂ കേട്ടോ. हमारा जो भी विषय एक रात प्रार्थना करने से हट जाएगा. അവന്റെ പ്രസാദം ജീവപര്യന്തം വെളിപ്പെടാൻ പോകുകയാണ്. उसका जो प्रसन्न है वो जीवन भर प्रकट होने वाला है. കൊഴുതു വൃക്ഷങ്ങൾക്കിടയിൽ സക്രിയാവ് ഇരിക്കുകയും रात को वृक्षों के बीच में सक्रिय बैठा है. അവന്റെ മുമ്പിൽ വെളിപ്പാട്. उसके सामने प्रकाशन. അപ്പൊ ഈ പുരുഷനോട് ചോദിക്കുക, तो ये पुरुष से पूछता है എവിടെ നിന്നാ വന്നിരിക്കുന്നത്? कहाँ से आया है? അവൻ പറഞ്ഞു, ഞാൻ സകല ഭൂമിയും ഊടാടി സഞ്ചരിച്ചിട്ട് വന്നിരിക്കുക, बोलते मैं पूरी पृथ्वी घूम के आया है, എല്ലായിടും പോയി നോക്കിയിട്ട് വന്നിരിക്കുക. सब जहाँ पे जाके देख के आया. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ ഓർക്കണം. യഹോവയുടെ കണ്ണെന്ത് ചെയ്യുന്നെന്ന്? आपको याद करो आयत क्या है? परमेश्वर की आंखें क्या करते हैं? ഭൂമിയൊക്കെ ഊടാടുന്നെന്ന് അല്ലേ? पूरी पृथ्वी घूमते रहता സകല है, ഭൂമി പോയി നോക്കിയിട്ട് വന്നിരിക്കുക. सारे पृथ्वी में ढूंढ के आ रहा है. എന്നിട്ട് നോക്കിയിട്ട് എന്താ വന്ന് പറയുന്ന റിപ്പോർട്ട് എന്നറിയാമോ? घूम के आके क्या कहता है? സകല ഭൂമിയും സ്വസ്ഥമായിരിക്കുന്നു. पूरे भूमि पृथ्वी जो है നല്ല स्वस्थ है. വാക്കല്ലേ? ഭൂമി സ്വസ്ഥമായിട്ട് ഇരിക്കണ്ടായോ? क्या अच्छी बात है, പക്ഷേ पृथ्वी जो शांत रहना है. അവിടെ ഒരു പ്രശ്നം. लेकिन वहाँ एक ഈ समस्या, സക്രിയാവിനോട് ഈ ദൂത് പറഞ്ഞു കൊടുക്കുന്ന ദൂതൻ ഹല്ലേലൂയ ये सक्रिय से जो वाणी देने वाला ഈ स्वर्गदूत, പുരുഷനോട് ചോദിക്കുക, ये पुरुष से നീ पूछता है. പറഞ്ഞു സകല ഭൂമിയും സ്വസ്ഥമായിരിക്കുന്നെന്ന്. तू बोलते पूरी पृथ्वी में शांति പക്ഷേ है. നീ കണ്ടില്ലേ क्या तूने देखा नहीं? ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഇരുന്ന് കരയുന്നത്? तू देखा नहीं? एक बालक इधर बैठ के रो रहा है. നീ കണ്ടില്ലേ क्या तू देखा नहीं? ഒരുത്തൻ രാത്രിയിൽ ഉറക്കം വളച്ച് കൊഴുതു വൃക്ഷങ്ങൾക്കിടെ മുട്ടുമടക്കിയിരിക്കുന്നത്? क्या तूने देखा हाँ। नहीं? एक व्यक्ति घुटने पे यहाँ बैठा हुआ है. സകല ഭൂമിയും സ്വസ്ഥമായി ഉറങ്ങുകയാ കേട്ടോ. कि पूरे पृथ्वी जो है പക്ഷേ शांति से सो എന്റെ रहे. പൈതലിന് ഉറക്കമില്ലെന്ന് लेकिन मेरे बच्चे को जो है रोना അവൻ आ रहा है. നിലവിളിക്കുകയാണെന്ന്. वो यार रो रहा है, അവന്റെ സ്വസ്ഥത നശിച്ചെന്ന്. उसकी शांति कम हो गया, അവന് ഇത്രയും പ്രതികൂലങ്ങളാണല്ലോ. उसको बहुत चुनौती है. മനസ്സിലാകുന്നുണ്ടോ? समझ में आ रहे हैं? ദൂതൻ ചോദിക്കുക, स्वर्गदूत पूछ रहे നീ हैं, പറഞ്ഞില്ലേ സകല ഭൂമിയും സ്വസ്ഥമായിരിക്കുന്നെന്ന്? तूने कहा पूरी पृथ्वी में शांति है, പക്ഷേ എന്റെ മക്കൾക്ക് സ്വസ്ഥതയില്ല. लेकिन मेरे बच्चों को शांति नहीं है. ഓ ഹർഷകമാന റംഷകമാന, എന്റെ മക്കൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. मेरे बच्चों को सोने नहीं हो रहा है. എന്റെ ജനം അസ്വസ്ഥമായ നാളുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. मेरे जो लोग हैं अशांत के समय से गुजर रहे हैं. ചോദ്യം, और एक सवाल, ഇത് എത്രത്തോളം? ये कब तक, How long? कितने समय तक, കർത്താവേ, എത്രത്തോളം? कब तक परमेश्वर, ദൈവ മക്കളുടെ അസ്വസ്ഥതയുടെ ദിനങ്ങൾ എത്രത്തോളം? परमेश्वर के बच्चों के अशांति का समय कब तक? ദൈവം അപ്പൊ എന്ത് പറഞ്ഞെന്നാ तब परमेश्वर ने क्या कहा? അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്? अगले आयत में कहता है, കർത്താവ് പറഞ്ഞു, परमेश्वर ने कहा നല്ല വാക്ക് പറഞ്ഞു, अच्छी बातें कहा, സമാധാനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു. शांति की बातें ആ कहा. സെക്രിയാവിന്റെ പുസ്തകം നമ്മൾ വായിച്ചു കൊടുക്കുക. വെള്ളിയാഴ്ച ഞാൻ പ്രസംഗിച്ചതാണ്. അധികം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. जकरिया की किताब में से प्रचार किया फ्राइडे को, मैं अधिक नहीं നല്ല വാക്ക് कहूंगा. പറഞ്ഞെന്ന് अच्छी बात कहा, എന്ന് പറഞ്ഞാൽ उसके मतलब മക്കളെ പേടിക്കണ്ട കേട്ടോ. बच्चों डरो मत. ഈ സ്വസ്ഥതയൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ये- അസ്വസ്ഥതയൊക്കെ, ये अशांति कुछ समय के लिए ഈ ही है. സങ്കടമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ये ഉള്ളൂ. जो दुख है कुछ समय के ഈ लिए है. നിന്ദയൊക്കെ കുറച്ച് ദിവസത്തേക്കേ ये ഉള്ളൂ. जो निंदा है कुछ समय के लिए എന്റെ है. ജനത്തിന്റെ നിന്ന ഞാൻ മാറ്റാൻ പോകുന്നു. आमीन आमीन. मेरा प्रजा का जो निंदा हमें हटाने എന്നിട്ട് वाला കർത്താവ് है. പറയുക, और कहता है, എന്റെ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കും. मैं मेरे लोगों के लिए जल रहा हूँ. ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാണെന്ന്. मैं ഹല്ലേലൂയ. കർത്താവ് പറയുക, परमेश्वर कहता है, എന്റെ ഉള്ളം എന്റെ ജനത്തിന് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുക. मेरे अंदर ही अंदर जल रहा है मेरे लोगों के എന്റെ लिए. ജനത്തിന്റെ സ്വസ്ഥത ഇല്ലായ്മ ഞാൻ മാറ്റുമെന്ന്. मेरे लोगों का जो अशांति को मैं हटाऊंगा. ദൈവമക്കളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചോ.
एक क्षण के लिए आप सोचो, 10 ദിവസം പരീക്ഷ ഉണ്ടെങ്കിൽ तेरे को 10 दिन अगर परीक्षा है तो 10 ദിവസമേ ഉള്ളൂ. 10 ही दिन है, അതിനപ്പുറമായിട്ട് സ്വസ്ഥതയുടെ നാളുകൾ കർത്താവ് വെളിപ്പെടുത്താൻ उसके പോകുകയാണ്. उस पार शांति का दिन प्रकट करेगा. നിങ്ങൾ വിശ്വസിക്കുന്നു? क्या आप विश्वास करेंगे? സ്വസ്ഥതയുടെ നാളുകൾ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. शांति का समय परमेश्वर प्रकट करने वाला है. ഹല്ലേലൂയ. हालेलुया. ഈ വചനം ഒന്ന് ഏറ്റെടുക്കാമോ? वचन को आप स्वीकार कीजिए. എല്ലാ പ്രതികൂലങ്ങളും മാറും. हर एक प्रतिकूल हटेगा, ശുഭദിനമാഗതമാകും. अच्छे दिन प्रकट होगा. നമ്മൾ മലയാളത്തിൽ പാടാറില്ലേ? हम गाने में इस प्रकार गाते हैं, പ്രതികൂലങ്ങളും മാറും കേട്ടോ. हर एक प्रतिकूल हट जाएगा, ശുഭദിനമാഗതമാകും. कि शुभ दिन है प्रकट होगा, സ്വസ്ഥത കിട്ടും. शांति मिलेगा, പണിയാനുള്ള സമയം കിട്ടും. बनाने का समय मिलेगा, ഹല്ലേലൂയ. ജീവിതങ്ങളെ പണിവാൻ, जीवन को बनाने के लिए, ദൈവരാജ്യത്തെ പണിവാൻ, परमेश्वर के राज को बनाने के लिए, ദൈവസഭയെ പണിയാനുള്ള സമയം परमेश्वर കിട്ടുമെന്ന്. परमेश्वर के राज को बनाने का समय मिलेगा. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. हालेलुया. ഞാൻ പറഞ്ഞില്ല, പരീക്ഷ സഹിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കരയും. हमें पता है कि जब परीक्षा का सामना करते हैं हम बहुत रोते हैं, കർത്താവ് ഇതെന്താന്നൊക്കെ ചോദിക്കും. हम पूछते हैं परमेश्वर क्यों. പക്ഷെ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞാലോ, परीक्षा होने के बाद ഹല്ലേലൂയ, പിന്നെ സ്വസ്ഥതയാ. फिर शांति है. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വചനം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു മീറ്റിംഗ് ഞാനിത് പറയുകയും ചെയ്തു. कि पिछले दिनों ये वचन पढ़ते एक मीटिंग में कहा, എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? पास्टर को क्या याद आता है, ഈ ബോക്സിംഗ് റിംഗിൽ നടക്കുന്ന സംഭവമാണ്. ये बॉक्सिंग रिंग में की जो होता है. ബോക്സിംഗ് റിംഗിൽ നിങ്ങൾക്ക് ബോക്സിംഗ് കണ്ടിട്ടില്ലേ? आपने बॉक्सिंग देखा है, ഒളിമ്പിക്സിലെ അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിലെ ബോക്സിംഗ് കണ്ടിട്ടില്ലേ? आप ओलंपिक्स में एशियन गेम में बॉक्सिंग देखा होगा. ഇടിയാ നടക്കുന്ന റിംഗിൽ അല്ലേ? कितने मुक्केबाजी चलते हैं, ഭയങ്കര ഇടിയാ. बहुत मुक्केबाजी ഇവൻ होता है. നിന്ന് ഇടി കൊള്ളുക. खड़े होके मुक्केबाजी हो रहा है, താടിയൊക്കെ തെറിക്കുന്ന പോലുള്ള ഇടിയാ കിട്ടുന്നത് അല്ലയോ? താടിയൊക്കെ दाढ़ी सब हट जाते वैसा मुक्का मिलता है, അങ്ങനെയുള്ള ഇടിയാ കിട്ടുന്നത്. वैसा मुक्का मिलता പക്ഷെ है. ഇടയ്ക്ക് ഇന്റർവെല്ലിന് ഒരു റഫറി അല്ലേ, ഇന്റർവെല്ല് വിളിച്ചു കഴിഞ്ഞാൽ एक रेफरी जब इंटरवल बुलाता है, സൈഡിലെ സീറ്റിലോട്ട് പോവും. वो साइड के सीट में जाएंगे, അന്നേരത്തേക്ക് അവന്റെ ടീം മുഴുവൻ ഓടിയെത്തുക. उसका पूरा टीम आ जाता है. ഐസ് വെക്കുന്നു, ടർക്കി കൊണ്ട് പുതപ്പിക്കുന്നു, വെള്ളം കോരി ഒഴിക്കുന്നു. ഹല്ലേലൂയ. आइस रखते हैं, रुमाल से साफ करते हैं, पानी डालता है. ഹലോ, ശരിയല്ലേ? കർത്താവിനോട് പറഞ്ഞു, പരീക്ഷിക്കുമ്പോൾ നിനക്ക് തോന്നുന്നു നീ ഒറ്റയ്ക്കാണെന്ന്. परमेश्वर बोले, जब परीक्षा में तुझे लगता है तू പക്ഷേ अकेला ആ है, വിസിൽ അങ്ങോട്ട് മുഴങ്ങി കഴിഞ്ഞാൽ और जब वो सीटी बजेगा, ദൂതന്മാർ വന്ന് നിന്നെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. मेरे देश से स्वर्गदूत आके तेरी सेवा करेंगे. ദൂതന്മാര്, നീ ഇപ്പൊ റിംഗിൽ നിൽക്കുക കേട്ടോ. तू अभी रिंग में खड़ा है, ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. तू लड़ाई युद्ध कर रहा है. വൺസ് ആ പരീക്ഷ ഒന്ന് കഴിഞ്ഞാൽ, वो परीक्षा होने के बाद, അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യേശു കർത്താവിന്റെ പരീക്ഷയെ കുറിച്ച് आमीन, പറഞ്ഞത്. इसके लिए वचन में यीशु मसीह के परीक्षा के बारे में इस प्रकार സാത്താൻ का, പരീക്ഷ തികച്ച് അങ്ങോട്ട് മാറിയപ്പോൾ सातान जैसे परीक्षा के बाद ദൂതന്മാർ उधर ഇറങ്ങി വന്നെന്ന്, स्वर्गदूत उतर आया, അവനെ സേവ ചെയ്തെന്ന്. उसका सेवा किया. എനിക്ക് ആ രംഗം കാണുമ്പോൾ ഈ ബോക്സിംഗ് റിംഗ് ഓർമ്മ വരുന്നത്. मुझे वचन देख तो बॉक्सिंग रिंग याद പരീക്ഷ आता है. നടക്കുമ്പോൾ ഭയങ്കര ഫൈറ്റിംഗ് ആ, परीक्षा में बहुत युद्ध था, കിട്ടിക്കൊണ്ടിരിക്കുക. बहुत मुक्केबाजी था. പക്ഷെ പരീക്ഷ കഴിഞ്ഞാൽ परीक्षा के बाद അടുത്ത നിമിഷം നിനക്ക് വേണ്ടി സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങാൻ പോകുകയാണ്. अगले समय तेरे लिए എല്ലാവരും स्वर्गदूत പറഞ്ഞിട്ട് उतरेगा. എനിക്കൊരു വിശ്രമത്തിന്റെ ദിവസം. हर जब मुंह खोल के बोले, मुझे एक विश्राम എല്ലാ का समय है. പ്രതികൂലങ്ങളും മാറും ശുഭ ശുഭദിനമാ സദാമാകും. നമുക്ക് ലിജോ ഇല്ലാത്തതിന്റെ ഒരു എല്ലാ കുറവിന്നുണ്ട്. ഹല്ലേലൂയ. ലിജോ ബ്രദർ की बहुत कमी है. ഞാനും ഇവിടെ പാടി മരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ലിജോ ഏഞ്ചലും അവര് മിഷൻ ട്രിപ്പിന് പോയേക്കുകയാണ്. ഹല്ലേലൂയ. लिजो और एंजल जो है मिशन ट्रिप में गया ഈ हुआ ആഴ്ച है. ഞങ്ങളും അവരോട് കൂടെ ജോയിൻ ചെയ്യും. इस हफ्ते पासवान भी उनके साथ मिलने वाले हैं. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഏറ്റവും നോർത്തിലേക്ക് ഞങ്ങളും പോകുന്നത്. कि जीवन में पहली बार इंडिया का सबसे नॉर्थ की ओर जा रहे हैं. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर धन्यवाद देता हूं. हालेलुया. हालेलुया. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? मैं क्या कह रहा हूँ, ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. ध्यान दीजिएगा. നമ്മൾ ഈ റിംഗിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇടിയാ കേട്ടോ. हम जब रिंग में खड़ा थे പക്ഷെ बहुत വൺസ് मार പരീക്ഷ है. ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, एक बार परीक्षा पूरा होने के बाद ഹല്ലേലൂയ, സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങി വരാൻ പോവുകയാണ്. स्वर्गदूत उतर आएंगे, സേവിക്കാൻ പോവുകയാണ്. वो सेवा करेंगे, ശുശ്രൂഷിക്കാൻ वो പോവുകയാണ്. सेवकाई करेंगे, സ്വസ്ഥത വരാൻ वो പോവുകയാണ്. शांति देंगे. പണിയുന്ന നാളുകൾ വരാൻ പോവുകയാണ്. बनाने वाले दिन आने वाले हैं. എല്ലാവരും ധൈര്യത്തോടു കൂടെ പറഞ്ഞാട്ടെ, എന്റെ അവസ്ഥകളൊക്കെ മാറും. आमेन. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുക. हर एक जन मुंह खोल के बोले, मेरी शांति का दिन आने वाला है. अपने और परमेश्वर की ओर नजर रखने वालों को मदद करने के लिए परमेश्वर का आके दुनिया पर घूम रहा है ताकि वो अपना बल प्रकट करे. ദൈവത്തിന്റെ ഹൃദയം എനിക്ക് വേണ്ടി ഇന്നും നീറിക്കൊണ്ടിരിക്കുക. परमेश्वर का दिल आज भी मेरे लिए जल रहा है. God's heart is burning for me. परमेश्वर का दिल मेरे लिए जल रहा എന്റെ है. അസ്വസ്ഥത കണ്ടിട്ട്, मेरी अशांति को देख എന്റെ के, നിലവിളി കണ്ടിട്ട്, मेरे पुकार सुन എന്റെ के കർത്താവിന്റെ ഹല്ലേലൂയ ഉള്ളം
നീറിക്കൊണ്ടിരിക്കുക. मेरे परमेश्वर का दिल जो है जल रहा है. എനിക്ക് വേണ്ടി സ്വസ്ഥതയുടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. मेरे लिए शांति का एक दिन प्रकट होने वाला है. ദർശനത്തിൽ ദൈവം സക്കറിയാവിനെ കാണിച്ചു കൊടുത്തു. अगले दर्शन में परमेश्वर ने सकरिया को എന്താ दिखाया. കാണിച്ചു കൊടുത്തെന്നറിയാമോ? क्या दिखाया? ദേശത്തിന്റെ സ്വസ്ഥത കെടുത്തുവാൻ വേണ്ടി ഉയർന്നിരിക്കുന്ന 4 കൊമ്പുകൾ. कि देश को जो अशांति को के लिए जो उठा हुआ 4 सिंह, 4 കൊമ്പുകൾ പൊങ്ങി നിൽക്കുക. 4 सिंह उठ के खड़ा ഈ है. കൊമ്പുകളാണ് ദേശത്ത് അശാന്തി ഉണ്ടാക്കുന്നത്. कि ये जो 4 सिंह है देश को अशांति लाता है. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. आप जो ध्यान दीजिए, നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത കൊണ്ടുവരുന്ന हमारे दिल जीवन में जो अशांति लाता ചില है, കൊമ്പുകളെ ഹല്ലേലൂയ कुछ सिंहों को चलेगा बच्चा है ना बच्चों रोएगा आगे आएगा कोई प्रॉब्लम नहीं है. ध्यान से सुन लीजिए वचन को. आमेन. हालेलुया. हालेलुया. इस वचन का पावर चला जाना नहीं है. हालेलुया. ആരുടെ ശ്രദ്ധ ഈ വചനത്തിൽ നിന്ന് പോവില്ലേ? നിങ്ങളുടെ ചൈൻ നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുന്ന കൊമ്പുകൾ आप നിങ്ങളുടെ आपका चैन को बिगाड़ने वाला जो सिंह है, അധികാര ശക്തികൾ वो अधिकार की शक्ति. കർത്താവ് പറയാ, परमेश्वर कहता है, സക്കറിയാവ് നീ കണ്ടോ? सक्रिय तू देखा 4 കൊമ്പ് എഴുന്നേറ്റെങ്കിൽ 4 सिंह अगर उठा है ആ तो 4 കൊമ്പിനെ തകർക്കാൻ 4 കൊല്ലന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ वो പോകുകയാണ്. 4 सिंह को नाश करने के लिए 4 ഹല്ലേലൂയ. लोहारों को मैं उठाने वाला 4 हूँ. കൊല്ലന്മാരെ എഴുന്നേൽപ്പിച്ച് 4 കൊമ്പിനെ മറിച്ചിടാൻ कि പോകുകയാണ്. 4 लोहारों को उठा के 4 सिंहों को मैं नाश करने वाला നിങ്ങൾ है. പറഞ്ഞാട്ടെ, आपको എനിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ कि मेरे विरुद्ध आने वाली शक्तियों को സ്വർഗ്ഗത്തിലെ ദൈവം അവന്റെ കൊല്ലന്മാരെ അയച്ച് മറിക്കാൻ പോകുകയാണ്. कि स्वर्ग का परमेश्वर उसके लोहारों को बेच के नाश करने वाला है. കൊല്ലന്മാരെ അയച്ച് മറിക്കാൻ कि പോകുകയാണ്. लोहारों को बेच के नाश करने वाला है. എനിക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ തകരാൻ പോകുകയാണ്. मेरे विरुद्ध बनने वाले हथियार नाश होएगा. എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകാൻ मेरे പോകുകയാണ്. जीवन में शांति आएगा. കരങ്ങളെ ശക്തമായി അടിച്ച് हाथ ताली बजा के सामत से ഹല്ലേലൂയ. हालेलुया. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ कि प्रेरितों का किताब 9 में നമ്മൾ കാണുന്നുണ്ട് हम देखते हैं ശൗലിന്റെ മാനസാന്തരം കൊണ്ട് कि सौल के जो मन फिराने से യഹൂദിയ ശമരിയ ഗലീലിയ എല്ലാ ദേശത്തും സഭയ്ക്ക് സ്വസ്ഥത വന്നു. यहूदी समरिया उन सारे जगहों में क्या हुआ? यहूदा उन सब जहाँ पे कलीसिया को शांति मिला. ശൗലൊരു വലിയ കൊമ്പായിരുന്നു കേട്ടോ. सौल एक सिंह था. ഹല്ലേലൂയ. ശൗൽ ഇങ്ങനെ കൊമ്പ് ഉയർത്തി നിൽക്കുകയായിരുന്നു. सौल सिंह उठा के खड़ा था. ഹല്ലേലൂയ. പക്ഷേ लेकिन ശൗൽ എന്ന കൊമ്പിനെ ഇളക്കിയെന്ന് सौल जो है सिंह को परमेश्वर ने ശൗൽ हटाया. എന്ന കൊമ്പിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് അടിച്ച് താഴെ ഇട്ടെന്ന്. कि सौल जो सिंह था दमस्कस के उधर क्या कि परमेश्वर उसको मार സഭയ്ക്ക് गिराया. സ്വസ്ഥത വന്നെന്ന്. कि कलीसिया को शांति दिया. കർത്താവിന് 21-ാം നൂറ്റാണ്ടിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ലേ? क्या परमेश्वर आज की सदी में नहीं कर सकते? ഹലോ हालेलुया. പറ്റത്തില്ലേ? क्या नहीं कर सकता? താങ്ക് യു ജീസസ്. ശൗലിനെ കുറിച്ച് പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറയുന്നത് शाऊल के बारे में प्रेरित 9 में कहता है ശൗല് രക്ഷിക്കപ്പെട്ടിട്ട് പോലും सौल जो है उद्धार पाने के बावजूद അപ്പോസ്തലന്മാർക്ക് പോലും പുള്ളിയെ പേടിയായിരുന്നു. कि प्रेरित लोग भी उससे डरते थे. വചനം ഇങ്ങനെ പറയുന്നത് അവൻ ശിഷ്യന്മാരോട് കൂടാൻ ശ്രമിച്ചു, ചേരാൻ ശ്രമിച്ചു. वचन इस प्रकार कहते हो चेलों के साथ मिलने की कोशिश किया. ശൗലിനെ കണ്ടിട്ട് सौल को देख के അവര് പറഞ്ഞു ഇന്നത്തെ യോഗം നമുക്ക് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. बोले कि आज का ये जो प्रेयर हम कैंसिल करते हैं. കാരണം പുള്ളി പ്രശ്നക്കാരനെ കേട്ടോ, പുള്ളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. बोला कि वो समस्या देगा, वो आया है. പേടിയായിരുന്നു ശൗലിനെ. उतना डर था सौल से. നിങ്ങൾക്ക് മനസ്സിലായോ? आपको समझ में आया? പക്ഷെ ഒറ്റ വ്യക്തിയെ കർത്താവ് ഒന്ന് മറച്ചു കഴിഞ്ഞപ്പോൾ जब एक व्यक्ति को परमेश्वर ने पलटा, ദേശത്ത് സ്വസ്ഥതയുണ്ടായത്. देश में शांति आया. എങ്ങനെ ശൗലെ നീ മറിഞ്ഞത്? सौल कैसे तू पलटा? എങ്ങനെ നീ മറിഞ്ഞത്? तू कैसे पलटा? ഒത്തിരി കാരണമുണ്ട് കേട്ടോ. बहुत सारे कारण है. അതിന്റെ പിന്നിൽ പ്രാർത്ഥിച്ചൊരു സഭ നിശ്ചയമായിട്ടുമുണ്ട്. उसके पीछे प्रार्थना की हुई कलीसिया निश्चित तौर पे है. ദമസ്കോസിലെ അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. दमस्कस के अनन्यास बोल के एक व्यक्ति है. ഹല്ലേലൂയ. हालेलुया. ഈ കാലഘട്ടത്തിലും ചിലർ പ്രാർത്ഥനയിൽ എഴുന്നേറ്റാൽ മുഴങ്കാലിൽ നിന്നാൽ इस दौर में भी कुछ लोग प्रार्थना में उठेगा, घुटने में रुकेगा. സക്കറിയാവിനെ പോലെ കൊഴുന്തു വൃക്ഷങ്ങൾക്ക് ഇടയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നാൽ सक्रिय के जैसा अगर उस झाड़ियों के बीच में उतर जाते हैं, രാത്രികളെ പകലാക്കി പ്രാർത്ഥിച്ചാൽ रात को दिन बना के प्रार्थना ചില करेगा, കൊമ്പുകൾ മറിയാൻ പോകുകയാണ്. कुछ जो सिंह है वो गिर ചില पड़ेंगे. അധികാരങ്ങൾ മറിയാൻ പോകുകയാണ്. कुछ अधिकारी है യേശു जो गिर ക്രിസ്തുവിന്റെ पड़ेंगे. നാമത്തിൽ അത് സംഭവിക്കട്ടെ. यीशु मसीह के नाम से സഭയ്ക്ക് होने അധികാരമുണ്ട്. दे. വിളിച്ചു പറഞ്ഞാട്ടെ. कलीसिया का अधिकार है. आप मुंह खोल के ദൈവമക്കളുടെ बोले സ്വസ്ഥതയെ കെടുത്തുന്ന, कि परमेश्वर के बच्चों का चैन को पकड़ने ദൈവമക്കളുടെ वाला, പണിയെ തടയുന്ന परमेश्वर के कामों को रोकने वाला, എല്ലാ കൊമ്പുകളും തകരട്ടെ. हर एक सिंह को नाश हो. ഹൽക്കമാ ശകമന രാംശൽക്കമന
അനന്യാസ് ഒരു കൊല്ലനാ കേട്ടോ, कि अनन्यास जो है एक ലോഹാറ. लोहार है। ശൗലിനെ പോലുള്ള കൊമ്പുകളെ മറയ്ക്കാനുള്ള അഭിഷേകമുള്ള ഒരു കൊല്ലനാ അനന്യാസ്. अनन्यास ऐसा एक लोहार है जो सोल के जैसे जो सिंह को मार गिराने का। നിങ്ങൾക്കാകാൻ പറ്റും ഒരു കൊല്ലൻ? क्या आप एक लोहार बन सकते हैं? ഹലോ, എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहे ദേശത്ത് हैं? ചില കൊമ്പുകൾ എഴുന്നേൽക്കുമ്പോൾ जब देश में कुछ सिंह उठते हैं, കർത്താവ് പറയുന്നു, परमेश्वर कहता है കൊല്ലന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. मैं लोहारों को उठाने वाला നിങ്ങൾ हूँ। പറഞ്ഞിട്ട് അതിലൊരു കൊല്ലൻ ഞാനാകട്ടെ. उसमें से एक लोहार मैं बनने दे। അധികാരങ്ങളെ തകിടം മറിക്കുന്ന ആത്മിക അധികാരത്തിന്റെ ശുശ്രൂഷയോടെ നിൽക്കുന്ന ഒരു കൊല്ലൻ ഞാനാകട്ടെ. अंधकार के शक्ति को गिराने के आत्मिक सेवकाई में खड़ा होने वाला एक लोहार मैं बनने दे। ശത്രുവിന്റെ ആയുധങ്ങളെ മറയ്ക്കുന്ന ഒരു ശുശ്രൂഷ എന്നിൽ വെളിപ്പെടട്ടെ. शत्रु के हथियारों को गिराने वाला एक सेवकाई मैंने प्रकट हो। അങ്ങനെ ചില അഭിഷക്തന്മാരുണ്ടെങ്കിൽ, ऐसा कुछ अभिषक्त है तो, അങ്ങനൊരു നേതൃത്വമുണ്ടെങ്കിൽ ऐसा एक अगुवाई है तो ദേശത്ത് സ്വസ്ഥത ഉണ്ടാകും. देश में शांति होगा। ഈ ദിവസങ്ങൾ ഈ വചനം കിട്ടിയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, इन दिनों में वचन सुन के അധികാരവും അഭിഷേകമുള്ള നേതൃത്വം എഴുന്നേറ്റ് വരണം. अधिकार और अभिषेक के ജുബാന साथ റംശൽ अगुवाई ഖമന आना है। ആസ എഴുന്നേറ്റപ്പോൾ, जब आशा उठा, ആസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റപ്പോൾ आशा बोल के जब नौजवान ദേശത്ത് उठा, സ്വസ്ഥതയുണ്ടായി. देश में शांति आया। എന്താ കാരണം? कारण क्या है നേതൃത്വം മാറിയെന്ന്. कि नेता बदल അവന്റെ गया। അപ്പന്റെ കാലത്തില്ലാത്തൊരു സ്വസ്ഥത അവന്റെ കാലത്ത് വെളിപ്പെട്ടത്. उसके पिता के समय में जो शांति नहीं था, क्या उसके समय कारण? प्रकट हुआ। कारण क्या है? അവൻ ഏകാഗ്ര ചിത്തത്തോടു കൂടെ നിന്നതുകൊണ്ട് वो एक मन होकर परमेश्वर के सन्निधि में रुका। ഇടയ്ക്കൊന്ന് ചലിച്ചു കേട്ടോ. बीच में थोड़ा सा हिला, ഇടയ്ക്ക് ചലിച്ചപ്പോൾ ദൈവം കൊടുത്ത വാണിംഗ് ആണ് നമ്മൾ വായിക്കുന്നത്. कि बीच में जब हिला तो परमेश्वर ने जो വചനം चुनौती എന്താ दी, वो പറയുന്നത്? दिया। അവൻ ദൈവത്തിന് പ്രസാദവും ഹിതവും ഉള്ളത് ചെയ്തു. वो परमेश्वर को प्रसन्न और इच्छा का काम किया। നിങ്ങൾ ചിന്തിച്ചോ आपने सोचा ഇതിന്റെ അർത്ഥം എന്താ? इसका अर्थ क्या है? ദൈവത്തിന് പ്രസാദവും ഹിതവും ഉള്ളത് ചെയ്യുക. परमेश्वर का प्रसन्न और इच्छा, എന്താ ഇതിന്റെ അർത്ഥം? इसका अर्थ क्या है? പറഞ്ഞുതരാം. बताता हूँ। നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും അല്ലേ? आपको आंसर मिला होगा। ദൈവത്തിന്റെ ഹിതം ചെയ്യുമെന്ന് പറഞ്ഞാൽ परमेश्वर का इच्छा करने का अर्थ है കർത്താവിനോട് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. परमेश्वर को पूछ के चीजें करना। ഡൂയിങ് എനിത്തിങ് कुछ करने से पहले you should know the will of God. हमें उस परमेश्वर की इच्छा जानना Okay? है। ദൈവത്തോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യരുത്. बिना परमेश्वर को पूछे कुछ नहीं करना। രണ്ടാമത്, दूसरा, ദൈവത്തോട് ചോദിച്ചിട്ടാ ചെയ്യുന്നതെങ്കിൽ परमेश्वर को पूछ के करेगा तो भी। നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യരുത്. हमारे इच्छा में नहीं करना നമ്മൾ है। ചെയ്യുന്നത് हम जो करता है സ്വർഗ്ഗത്തിന് ഇഷ്ടമുള്ളതാകണം. कि परमेश्वर की इच्छा से होना ഹലോ, चाहिए। ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ല, परमेश्वर एक काम करने नहीं പക്ഷെ कहा, നീ അങ്ങ് ചെയ്യാൻ പോവുകയാണ്. तू करने जा रहा है। അപ്പോഴും എന്ത് ചിന്തിക്കണം എന്നറിയാമോ? तब क्या सोचना है? ഇത് ദൈവത്തെ കോപിപ്പിക്കുന്നതാകരുത്. ये परमेश्वर को गुस्सा देने ഇത് वाला नहीं होना चाहिए। ദൈവവ്യവസ്ഥയ്ക്കെതിരാകരുത്. ये परमेश्वर की व्यवस्था का ഇത് विरुद्ध नहीं होना ദൈവത്തിന് चाहिए। പ്രസാദമുള്ളതാകണം. ये परमेश्वर का प्रसन्न होना चाहिए। പൊന്നു ദൈവമക്കളെ, मेरे परमेश्वर के बच्चों, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ, आपके जीवन आप इस प्रकार ദൈവഹിതം जिएंगे അറിഞ്ഞു മാത്രം നടക്കാൻ തുടങ്ങി, कि परमेश्वर की इच्छा जान के ദൈവത്തിന് जिएंगे। ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാൻ തുടങ്ങിയ परमेश्वर की इच्छा है वो ही करेंगे। നിങ്ങൾ വിശ്വസ്തനെന്ന് കണ്ടിട്ട്, आप विश्वस्त है देख के ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. तुम्हारे लिए परमेश्वर का कार्य प्रकट होगा। കർത്താവിന്റെ കണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, परमेश्वर का हाथ जो है ഈ खोज रहा പകലും है, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. इस दिन भी खोज रहा है। എനിക്ക് ചിലരുടെ ജീവിതത്തിൽ ഒരു സഹായം വെളിപ്പെടുത്തണമെന്ന്. मुझे कुछ लोगों के जीवन में एक मदद प्रकट करना ആരുടെ है। ജീവിതത്തിൽ किसके जीवन में സഹായം വേണ്ടവർ ഒത്തിരി പേര് കാണും, मदद को जरूरतमंद बहुत പക്ഷേ सारे रहेंगे। എല്ലാവർക്കും അല്ല. सबको नहीं। വിശ്വസ്തന്മാർക്ക് വേണ്ടി, जो विश्वस्त है, ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി. जो एक मन से खड़ा है। ഹല്ലേലൂയ, ദൈവം നോക്കുമ്പോൾ, जब परमेश्वर देखता है, ദൈവത്തിന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുമ്പോൾ, जब परमेश्वर की आंखें जो നീ खोजते रहता है, വിശ്വസ്തനെന്ന് നിന്നെ കാണുവാൻ, तू विश्वस्त है देखने നീ के, ദൈവഹിതം ചെയ്യുന്നവനെന്ന് നിന്നെ കാണുവാൻ, तू परमेश्वर की इच्छा करने നീ वाला जान के, വിശുദ്ധിയോട് ജീവിക്കുന്നവനെന്ന് നിന്നെ കാണുവാൻ, तू विश्वस्त होकर जीते वो देखने ഇടയായി के, തീർന്നാൽ अगर उस प्रकार तू हुआ, സ്വർഗ്ഗത്തിന്റെ കരം ഇന്നും നിനക്ക് വേണ്ടി ചലിക്കാൻ തയ്യാറാണ്. स्वर्ग का हाथ आज भी तेरे लिए काम करने को तैयार है। എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? പറഞ്ഞാട്ടെ, ഞാൻ ഇനി അവിശ്വസ്തത കാണിക്കുന്നു, आमीन आमीन। वो मुंह खोल के बोलो, अब इसमें अविश्वस्त कार्य नहीं करेंगे। ഞാൻ ഇനി പാപ വഴികളിൽ പോകുന്നു. मैं अभी पाप के मार्ग में नहीं जाएंगे। ആസേ, आशा, ദൈവം നിന്നെ വിടുവിക്കാൻ തയ്യാറാണ്. परमेश्वर तुझे छुड़ाने को तैयार പക്ഷെ है। നീ വിശ്വസ്തനല്ലെങ്കിലോ अगर तू विश्वस्त नहीं है तो കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ തയ്യാറാ. परमेश्वर तुझे चंगा करने को പക്ഷെ तैयार നീ है, ഏകാഗ്ര ചിത്തത്തോട് ദൈവത്തെ പിൻപറ്റുന്നില്ല. लेकिन तू एक मन के साथ नहीं खड़ा है। പകുതി പകുതി വിശ്വാസം കൊണ്ട് കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാമോ? तू आधा आधा विश्वास के साथ परमेश्वर से पास ഇല്ല. आया,
कुछ नहीं मिलेगा। കർത്താവ് വിടുവിക്കാൻ തയ്യാറാ. परमेश्वर छुड़ाने को तैयार है, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ തെളിയിക്കണം लेकिन आपके तरह से आपको साबित करना है നിങ്ങൾ വിശ്വസ്തനാണെന്ന്. आप विश्वास योग्य है। കർത്താവിന്റെ കണ്ണ് പലപ്പോഴും ഈ ഭൂമിയിൽ ഇങ്ങനെ ഊടാടിയിട്ടുണ്ട് കേട്ടോ. परमेश्वर की आंखें खोजते रहते हैं पृथ्वी में। അപ്പൊ ചിലരൊക്കെ ദൈവം വിശ്വസ്തനായി കണ്ടിട്ടുണ്ട്. कुछ लोगों को परमेश्वर विश्वस्त देखा है। ഒരാളായിരുന്നു നോഹ. उसमें से एक था नूह। കർത്താവിന്റെ കണ്ണിങ്ങനെ നോക്കിയപ്പോൾ परमेश्वर की आंखें जब देखा, കർത്താവിന്റെ റഡാറിൽ परमेश्वर के रडार में ഒരുത്തനെ പെട്ടു. एक को देखा, അങ്ങനെ ഒരുത്തനേ ഉള്ളൂ കേട്ടോ. वैसे एक ही है, അങ്ങനെ ഒരുത്തനേ ഉള്ളൂ. वैसे एक ही है നോഹ. नूह। അവന്റെ മേൽ ദൈവത്തിന്റെ കൃപ വീണു. उसके ऊपर परमेश्वर अनुग्रह आया, വ്യത്യസ്തനായിരിക്കണം. वो अलग था। എല്ലാരും ചെയ്യുന്നത് പോലെ നീ ജീവിച്ചാൽ हर एक के समान तू भी जिएगा, എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളെ കിട്ടത്തുള്ളൂ. सबको जो मिलते हो आशीष तुझे भी പക്ഷേ നീ मिलेगा। വ്യത്യസ്തനായി നിന്നാൽ, अगर तू एक अनोखा बन जाता है, മറ്റുള്ളവരെ കാട്ടിൽ വിശ്വസ്തനായി നിന്നാൽ, दूसरों से विश्वस्त रहेंगे, അവർക്ക് വേണ്ടി ചെയ്യാത്ത ദൈവമഹത്വം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. उनके लिए जो परमेश्वर ने कार्य नहीं किया तेरे लिए करेगा। മഗ്ദലക്കാരത്തി മറിയയ്ക്ക് വേണ്ടി യേശു എന്തിനാ ഇറങ്ങി വന്നത്? मगदलकारी मरियम के लिए यीशु क्यों उतर आया? അവിടെ കുറെ പേര് വന്നതാ കേട്ടോ. बहुत सारे लोग आए, എന്തിനാണ്? क्यों? യേശുവിനെ കാണാൻ यीशु को देखने കുറെ പേര് വന്നതല്ലേ. बहुत सारे लोग आए। വന്നവരല്ലേ ഏതാണ്ടൊക്കെ കേട്ടിട്ട് അങ്ങ് തിരിച്ചു പോയി. जो भी आया कुछ ना कुछ देख के निकल गए। ഞാൻ പോകത്തില്ലെന്ന്. उसने बोला मैं नहीं ഞാൻ जाऊंगा, വന്നത് എന്റെ യേശുവിനെ കാണാൻ. हाँ मैं आया मेरे यीशु को देखने, കണ്ടിട്ടേ പോകത്തുള്ളൂ. मैं देख के ही जाऊंगा। അറിയാമോ, आपको पता है സ്വർഗത്തെ ചലിപ്പിച്ച വിശ്വാസം, कि स्वर्ग को हिलाया विश्वास, സ്വർഗത്തെ ചലിപ്പിച്ച വ്യത്യസ്തത. कि स्वर्ग को चलाया अनोखापन। ഹല്ലേലൂയ. ചില എക്സ്ട്രാ സ്റ്റെപ്പ് ഉണ്ടല്ലോ, कुछ एक्स्ट्रा जो कदम है സ്വർഗത്തെ ചലിപ്പിക്കും. स्वर्ग को हिलाता है। നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? आप वो कर सकते हैं। എല്ലാരും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ सब लोग जैसे प्रार्थना करते हैं वैसे प्रार्थना करेंगे, അങ്ങനെ ഒരു വിടുതൽ കിട്ടും. वैसे एक छुटकारा मिलेगा। പക്ഷെ സ്വർഗത്തെ ചലിപ്പിക്കുന്ന ഒരു ആക്ഷൻ നിന്നിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ, अगर स्वर्ग को हिलाने वाला एक एक्शन आपके पास से होता है, നിന്റെ ഫെയ്ത്ത് ആ ഒരു റലത്തിലേക്ക് കയറിയാൽ, तेरा विश्वास उस मंडल में चले जाता है, സ്വർഗത്തെ നിനക്ക് വേണ്ടി ചലിപ്പിക്കുമെന്ന്. स्वर्ग आपके लिए चलेगा। നിങ്ങളുടെ വിശ്വസ്തത പ്രൂവ് ചെയ്യണമെന്ന്, आपका विश्वासता ദൈവത്തോടുള്ള ഏകാഗ്രത നിങ്ങൾ പ്രൂവ് ചെയ്യണമെന്ന്. परमेश्वर पे एक मन होकर खड़ा आपको साबित करना है। എത്ര പടത്തിന് തയ്യാറാ? कितने लोग इसके लिए तैयार हैं? ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. एक क्षण के लिए समर्पण करो। എല്ലാ കണ്ണുകളും അടച്ചിട്ട് हर एक अपने आंखों को बंद करें നിങ്ങൾ പറഞ്ഞാട്ടെ, और कहें കർത്താവേ ഞാൻ വിശ്വസ്തനായിരിക്കും. परमेश्वर में विश्वास योग्य रहेगा। എനിക്ക് ഇനിയും തരുന്ന നാളുകൾ अब मुझे जो भी समय देंगे, ഇന്ന് വരെ ഞാൻ ജീവിച്ചതുപോലെയല്ല. आज तक जिया वैसा नहीं, ഞാൻ വിശ്വസ്തയോട് ജീവിക്കും, मैं विश्वास योग्य बन के जीऊंगा, ഏകാഗ്രതയോട് ജീവിക്കും. एक मन के साथ जीऊंगा। എന്നെ സഹായിക്കണം അപ്പാ. अप्पा मुझे मदद कर, സമർപ്പിക്കുന്നപ്പാ. समर्पण करता हूँ। ഈ വചനം നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ ये वचन आपने स्वीकार किया तो നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഡെലിവറൻസ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. आपके जीवन में बहुत बड़ा छुटकारा अगले दिनों में प्रकट होगा। വിശ്വസ്തനായി ജീവിക്കാൻ നിങ്ങൾ ഒരു തീരുമാനമെടുത്തെങ്കിൽ, विश्वास योग्य बन के जीने का आपने निर्णय लिया तो ഏകാഗ്ര ഹൃദയത്തോട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനമെടുത്തു. एक मन के साथ परमेश्वर के लिए जीने को तैयार हुआ तो സാഹചര്യം അനുസരിച്ച് മാറുന്നൊരു വിശ്വാസമല്ല, अवस्था की हिसाब से बदलने वाला विश्वास नहीं, ഏകാഗ്ര ഹൃദയത്തോട് ജീവിക്കാൻ ഒരു തീരുമാനമെടുത്തെങ്കിൽ, एक मन होके जीने का निर्णय लेता है। തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് वो परमेश्वर खुद सामर्थ्यशाली प्रकट करने के लिए കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. परमेश्वर महिमा आपके लिए प्रकट होगा। ആ തീരുമാനമെടുത്ത ദൈവമക്കൾ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാം. वो जो निर्णय लिए परमेश्वर बच्चे स्वर्ग की ओर अपने हाथों को നല്ലോണം बढ़ाओ, ഉയർത്തിക്കാട്ടെ. अच्छी तरह से उठाओ, പകുതിയല്ല, ഫുൾ ഉയർത്തിക്കാം. आधा नहीं पूरा അതിനകത്ത് उठाओ, എക്സ്ട്രാ കാണണം കേട്ടോ. उसमें वो एक्स्ट्रा दिखना എല്ലാവരും चाहिए ഇത്രയും കൈ വെക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കർത്താവ് എന്റെ കൈ കണ്ടോ? कि सब लोग इतना हाथ उठाए तो बोले परमेश्वर मेरा हाथ देख तू, अपने हाथ को एकदम उठाओ। परमेश्वर मैं तैयार हूँ നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ, तेरी इच्छा के हिसाब से നിനക്ക് जीने के लिए, പ്രസാദമുള്ളത് മാത്രം ചെയ്ത് ജീവിപ്പാൻ तेरे प्रसन्न कार्य करने के ഞാൻ എന്റെ लिए ജീവിതം തരികയാ. मैं मेरा जीवन को दे रहा हूँ, വിശ്വസ്തനായി ജീവിപ്പാൻ. विश्वस्त होकर जीने के लिए। ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കണ്ണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വീഴുകയാ. कि परमेश्वर की आंखें आज के दिन आपके ऊपर गिर रहे हैं, സഹായത്തിന് വേണ്ടി അവിടുത്തെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാ. मदद के लिए उसके हाथ आपके पास उतर के आ സ്വസ്ഥത रहे हैं। കെടുത്തുന്ന സകലത്തെ തകർത്തുകൊണ്ട്, अशांति को लाने वाले सारे चीजों को नाश യുദ്ധങ്ങളെ करके, നിർത്തൽ ചെയ്ത്, युद्धों को समाप्त करके, ഹല്ലേലൂയ.
കർത്താവിന്റെ വല്ലഭത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. परमेश्वर का पद्धति आपके ऊपर प्रकट होने वाला है. കർത്താവ് ഈ കരങ്ങളിൽ നിന്ന് തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം. परमेश्वर इस हाथों को तो छू रहे इसके लिए അവരുടെ മേൽ धन्यवाद. നിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ നീ വെളിപ്പെടുത്താൻ പോകുന്ന സ്തോത്രം. उनके ऊपर तेरी महिमा इन दिनों में इन हफ्तों में तू प्रकट करने वाला इसके लिए धन्यवाद. അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ കേൾക്കാൻ പോകുന്ന സ്തോത്രം. उसका परिणाम की गवाही अगले हफ्ते हम सुनने वाले इसके धन्यवाद. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആമേൻ, आमेन आमेन आमेन. ഹല്ലേലൂയ. നമ്മൾ ലോർഡ് സപ്പോർട്ട് ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ പോവുകയാണ്. हम प्रभु भोज के सेवक के लिए बढ़ेंगे.